السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ആദരണീയനായ അധ്യക്ഷൻ മുസ്തഫ ബാക്കവി ഊരകം അവറുകളെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അവറുകളെ, ബഹുമാന്യനായ എസ്കെഎസ്എഫിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെയും സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ അബ്ദുസ്സലാം ഫൈലി ഒളവട്ടൂർ അവറുകളെ, ബഹുമാന്യനായ അബ്ദുള്ള ഫൈലി, കരീം ഫൈലി, അലി മൗലവി, ആലമ്പാടി അബൂബക്കർ ദാരിമി, അബ്ദുൽ ബാരി ഉസ്താദ് തുടങ്ങിയ നമ്മുടെ നേതാക്കളെ, പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SYSന്റെയും സമസ്ത കേരള ഇസ്ലാമിക് സെന്ററിന്റെയും ഒരാശയ വിശദീകരണ അല്ലെങ്കിൽ ഒരു പ്രാസ്ഥാനിക സംഗമം എന്ന നിലയിൽ ഇന്ന് 2-3 സെഷനുകളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 9 പതിറ്റാണ്ട് പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ പ്രസ്ഥാനത്തിന്റെ 90-ാം വാർഷിക സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി തെക്കൻ കേരളത്തിൽ ആലപ്പുഴ നടക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു പ്രചരണ വിളംബരം എന്നോണം ജിദ്ദയിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിനെ അറിയിച്ചുകൊണ്ട്, പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയും പ്രചരിപ്പിച്ചുകൊണ്ടും വിവിധ സെഷനുകളിലായി ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തി അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ബഹുമാനപ്പെട്ട സലാം ഫൈസിയുടെയും ഒക്കെ കൂടെ തന്നെ ഈ പരിശുദ്ധ കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഒരു വിശദമായ പ്രസംഗം ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ഒളവട്ടൂരിന്റെ പ്രൗഢമായ ക്ലാസ് ആനമങ്ങാടിന്റെ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹീതമായ ക്ലാസും ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട സമദ് സാഹിബ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90 വർഷം കഴിഞ്ഞു കടന്നു, ഒരു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 10 വർഷം കൂടി കഴിഞ്ഞാൽ, ഒരു പതിറ്റാണ്ട് കൂടി കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിന് ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ച യൗവന ദിശ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തളർച്ചയിലേക്കും അതിന്റെ വാർദ്ധക്യത്തിലേക്കും പോകുമെങ്കിൽ പോലും 9 പതിറ്റാണ്ടിലും യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടി
നവോത്ഥാനത്തിന്റെ ഒട്ടേറെ മേഖല എന്നും സമൂഹത്തിനോട് സമർപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുകയാണ്. നാളിതുവരെ പ്രസ്ഥാനത്തിന് ഒരു നിലപാടുകളിലും തിരുത്താണ്ടാത്ത വിധത്തിൽ അതിന്റെ ആശയത്തെ പൂർണ്ണമായി അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്നും അതിന് പത്തരമാറ്റിന്റെ തിളക്കവും അതിലേറെ കാലിക പ്രസക്തിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് അതിന്റെ ചരിത്ര വസ്തുതയാണ്. സമസ്തയുടെ 90 വർഷം കേരളത്തിൽ മാത്രമല്ല മലയാളി സമാജവും ഇതര സ്റ്റേറ്റുകളിലുള്ള കേരളത്തിന്റെ സമീപസ്ഥരായ മറ്റു സ്റ്റേറ്റുകളിലുമുള്ള ആളുകളും സുപരിചിതമായി അതിന്റെ 9 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ നാളെ എന്ത് ചെയ്യും കഴിയും എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്നലകളിൽ ഈ പ്രസ്ഥാനം എന്ത് സമൂഹത്തോട് കാഴ്ചവെച്ചു എന്നതിനെപ്പറ്റി സുചിന്തിതമായി അന്വേഷിക്കേണ്ടത് നമ്മുടെ കൂടി കടമയാണ്. ആഡംബരങ്ങളുടെയും പ്രൗഢിയുടെയും പിന്നാലെ പോകാതെ മറ്റു ചിന്താധാരകളിലേക്കൊന്നും ചെല്ലാതെ അടിസ്ഥാനപരമായ ആശയത്തെ സമൂഹത്തോട് പറഞ്ഞുകൊടുത്ത് ആ ആശയത്തിൽ നിന്നുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ സമൂഹത്തെ നയിക്കാൻ കെൽപ്പറ്റ ഒരു പ്രസ്ഥാനമായി ഇന്ന് നിലകൊള്ളുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. സമസ്തയുടെ ചരിത്രം പറയേണ്ടത് 9 പതിറ്റാണ്ടല്ല. കാരണം 9 പതിറ്റാണ്ട് കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നത് ബിദ്അത്താണ്. ഒരു സ്വയം നിർമ്മിത ആശയത്തെ കൊണ്ടുവരുന്നതും അതുവരെ ഇല്ലാത്തൊരു പുതിയ ചിന്താധാര സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതും ബിദ്അത്താണ്. അതുകൊണ്ട് 90 ആണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു വരുന്നത് അതിന്റെ സംഘടനാപ്രായമാണ്. ആദർശപരമായി അതിന്റെ പ്രായം 15 നൂറ്റാണ്ടാണ്. 15 നൂറ്റാണ്ടപ്പുറത്തെ ചരിത്ര ഭൂമിക, ലോകത്തിന്റെ ഭൂമികയിൽ എന്താണോ ഇസ്ലാം പറഞ്ഞത് അതാണ് സമസ്ത 90 ആണ്ടും പറഞ്ഞത്. അല്ലാതെ പുതിയതൊന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ചിന്ത, അത് ഖുർആനിക ദർശനം, ആ ആശയത്തെ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് ചിട്ടപ്പെടുത്തിയ ജീവിത പദ്ധതി, അത് 15 നൂറ്റാണ്ടപ്പുറത്ത് ലോകം പഠിച്ചതും പരിചയപ്പെട്ടതുമാണ്. അതാ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിലും ഇസ്ലാം എത്തിയതാണ്. അന്ന് എന്താണോ ഇസ്ലാം ദീൻ അത് തന്നെയാണ് 90 ആണ്ടും സമസ്തയും പറഞ്ഞത്. അപ്പൊ 90 പതിറ്റാണ്ട് അല്ലെങ്കിൽ 90 ആണ്ട് 9 പതിറ്റാണ്ട് സമസ്തയുടെ വാർഷികം നടത്തുമ്പോൾ അതിന് 90 ആണ്ടിന്റെ ആദർശം പറയാനില്ല, 90 ആണ്ടിന്റെ ആശയം പറയാനില്ല. 90 ആണ്ടിന്റെ ആശയവും 90 വർഷത്തെ ചരിത്രത്തിന്റെ ആദർശവും സമസ്ത പറഞ്ഞാൽ സമസ്ത ഒരു പുതിയ പ്രസ്ഥാനമായി പുതിയതൊക്കെയും തള്ളപ്പെടേണ്ടതാണ്. ആശയപരമായി സമസ്തയുടെ പ്രായം 15 നൂറ്റാണ്ട് മുമ്പുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട MT അബ്ദുൽ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, സമസ്തയുടെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം പറയാറുള്ളത് സമസ്ത കേരള അല്ല, സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഇട്ടാവട്ടത്തിന്റെ നാട്ടപ്പുരയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തേണ്ടതല്ല സമസ്തയുടെ ആശയം. 9 വർഷത്തിന്റെ ചരിത്രത്തിന്റെ ഉൾത്തളങ്ങളിൽ പറയപ്പെടേണ്ടതല്ല സമസ്തയുടെ ചരിത്രം. അതിന് ലോകത്തെല്ലാം ഇസ്ലാം എന്തോ അത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പറഞ്ഞതെന്തോ അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയം. പുതിയ ഒരാശയം സമസ്തക്ക് പറയാനില്ല. ഞാൻ വിശദമായി പറയുന്നില്ല. കേരളത്തിലെ എല്ലാ ബിദ്ഈ സംഘടനകളും പുതിയ ആശയം പറഞ്ഞതാണ് അവർക്ക് പിന്നെ സ്വയം നിർമ്മിച്ചതുകൊണ്ട് പിന്നെ അവർക്ക് തിരുത്തേണ്ടി വന്നത്. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് പുതിയതാണ്, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് പുതിയതാണ്. പുതിയത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ, അടിസ്ഥാന തത്വങ്ങളിൽ സ്വയം നിർമ്മിത നിർവചനങ്ങൾ അവർ ഉണ്ടാക്കി. സമസ്തയുടെ ഭരണഘടനയിലോ സമസ്തയുടെ പാഠാവലിയിലോ സമസ്തയുടെ പാഠപുസ്തകത്തിലോ ഒരു സ്ഥലത്ത് പോലും ഇബാദത്തിന് സ്വയം നിർവചനം പറഞ്ഞിട്ടില്ല, ശിർക്കിന് സ്വയം നിർവചനം പറഞ്ഞിട്ടില്ല, തൗഹീദിന് സ്വയം നിർവചനം പറഞ്ഞിട്ടില്ല. അത് പറയാനല്ല സമസ്ത ഉണ്ടാക്കിയത്. അത് പറയേണ്ട പണി സമസ്തക്കല്ല. അത് മഹാന്മാർ പറഞ്ഞതെന്തോ അത് പ്രചരിപ്പിക്കേണ്ട പണി മാത്രമേ സമസ്തക്കുള്ളൂ. പക്ഷെ മുജാഹിദുകൾ സ്വയം നിർമ്മിച്ചു ആശയം, ജമാഅത്തുകാർ സ്വയം നിർമ്മിച്ചു ആശയം. പക്ഷെ പിൽക്കാലത്ത് അവർക്ക് തിരുത്തേണ്ടി വന്നു. കാരണം മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളും മനുഷ്യനിർമ്മിത ആശയങ്ങളും കാലം കഴിയുമ്പോൾ അത് അപ്രസക്തമാകും, പരിവർത്തനപ്പെടും, പരിണമിക്കപ്പെടും. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഇന്ന് പരിണമിച്ചു, നദ്വത്തുൽ മുജാഹിദിന്റെ ആശയം പരിണമിച്ചു, പരിവർത്തനപ്പെട്ടു, കാലഹരണപ്പെട്ടു. ഒറ്റ ഉദാഹരണം, അള്ളാഹു അല്ലാത്തവരുടെ സഹായം തേടുക അദൃശ്യമാർഗേണയാകുമ്പോൾ ശിർക്കാണ് എന്നാണ് നദ്വത്ത് നാളിതുവരെ പറഞ്ഞത്. പക്ഷെ ഇന്നത് 8 പൊട്ടി തകരുമ്പോൾ 8 പരസ്പരം ആരോപിക്കുന്ന കാര്യം തൗഹീദിൽ നിങ്ങൾക്ക് മാർഗഭ്രമം സംഭവിച്ചു എന്നാണ്. അള്ളാഹുവിനോടുള്ള ആരാധന എങ്ങനെയാകാം, എങ്ങനെ ആയിക്കൂടാ? മനുഷ്യരോടുള്ള സഹായത്തേട്ടം എങ്ങനെ ആകാം, എങ്ങനെ ആയിക്കൂടാ എന്നതിനെപ്പറ്റി നിർവചനം പറഞ്ഞത് പാരമ്പര്യത്തിൽ നിന്നല്ല, സ്വയം നിർമ്മിതമായ ആശയത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവർ ഇന്ന് ജിന്നും മലക്കും അടക്കമുള്ള അദൃശ്യ ശക്തികൾക്ക് ശരണം പ്രാപിക്കാം എന്ന് തിരുത്തി പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തി. കേവലം ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല അവർ ഭിന്നിച്ചത്, അടിസ്ഥാന കാമ്പിലും കാതലിലുമാണ്. അതാണ് മുജാഹിദുകൾക്ക് ഭിന്നിപ്പ് നേരിടേണ്ടി വന്നത്. അങ്ങനെ അവർ 8 അല്ലെങ്കിൽ 10 ഗ്രൂപ്പായി പരസ്പരം തമ്മിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് നാളിതുവരെ പറഞ്ഞ അവരുടെ അടിസ്ഥാന ആശയത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിച്ചുകൊണ്ടാണ്. അള്ളാഹു അല്ലാത്തവരോട് അദൃശ്യമാർഗേണ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ലേ? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ ജിന്നുകളുടെ സഹായം തേടാൻ വേണ്ടി ഹദീസിൽ തെളിവുണ്ട്, ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് ചോദിക്കാം എന്ന് ഇന്ന് പറയുമ്പോൾ ആയിനൂനി ഇബാദല്ല എന്ന ഹദീസ് കാലഹരണപ്പെട്ടതാണ്, വഈഫാണ്, സ്വീകരിക്കപ്പെടാൻ പറ്റില്ല എന്ന് പണ്ടേ പറഞ്ഞു വന്നത് തെറ്റാണ് എന്നതിലേക്ക് അവർ തിരുത്തി വരികയും അദൃശ്യമാർഗേണ കാര്യങ്ങൾ ചോദിക്കാം, ചോദിച്ചുകൂടാ, ഉണ്ടെങ്കിലും ചോദിക്കാം, ചോദിച്ചാൽ ശിർക്കാണ്, അല്ല സഹായത്തേട്ടമാണ് എന്നീ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നദ്വത്ത് ഇന്ന് തർക്കിക്കുന്നത്. ജിന്നൂരികളും മടവൂരികളും എല്ലാവരും തർക്കിക്കുന്നത് ഈ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നാണ്. തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ തർക്കിക്കുന്നത് പിന്നെയാണ്, ഖുത്ബയുടെ ഭാഷയെ തർക്കിക്കുന്നത് വേറെയാണ്, സ്ത്രീ ജമാഅത്തിനെ പറ്റി തർക്കിക്കുന്നത് വേറെയാണ്. അതൊക്കെ വേറെ, അതൊക്കെ അനുബന്ധമാണ്. കരളിൽ തൊട്ടാണ് മുജാഹിദിന്റെ തർക്കം. എന്തുകൊണ്ടത് നേരിടേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ആശയത്തെ സ്വയം നിർമ്മിച്ചതുകൊണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇബാദത്തിന് പറഞ്ഞിട്ടുള്ള നിർവചനം അനുസരണമെന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും ഒരു നിയമാവലിയെയും ഒരു ഭരണഘടനയെയും അനുസരിച്ചുകൂടാ. ആ നിലക്ക് ഏതൊരു മനുഷ്യനിർമ്മിത പ്രസ്ഥാനമുണ്ടോ, ഏതൊരു മനുഷ്യനിർമ്മിത നിയമാവലിയുണ്ടോ, ഏതൊരു മനുഷ്യനിർമ്മിത ചട്ടങ്ങളുണ്ടോ അതിന് വഴങ്ങിക്കൂടാ. അതിന് വഴങ്ങുക വഴി ഇബാദത്തായി. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന മനുഷ്യനിർമ്മിതമായ ഭരണഘടനയാണ്, അതിനെ അംഗീകരിച്ചുകൂടാ.
അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും ഭരണകർത്താവാക്കിക്കൂടാ. അതുകൊണ്ട് മനുഷ്യനെ ഭരണകർത്താവാക്കുന്ന ജനാധിപത്യ സംവിധാനം ശിർക്കാണ്. മതം എന്നത് ഇസ്ലാമാൻ, മതേതരം എന്നത് കുഫ്രിയത്താൻ. അതുകൊണ്ട് സെക്കുലറിസം ഇസ്ലാം എന്ന പുറത്താണ്. ഇതായിരുന്നു ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ പണ്ടത്തെ ആശയം. ആ ആശയത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഒരർത്ഥത്തിൽ അവർ എത്തിപ്പെട്ടത് ഒരു വാക്കിലാണ്. അതിന്റെ ആകെത്തുക ഇതാണ്: തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുകയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ പോലും ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടാവില്ല. ഉണ്ടാവുന്ന നിമിഷമെന്നോ അന്ന് ജമാഅത്തെ ഇസ്ലാമി അസ്തമിച്ചിട്ടുണ്ടാവും. പ്രബോധനത്തിന്റെ എഡിറ്റോറിയലാണ്. പക്ഷെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എവിടെ എത്തി? ജനാധിപത്യ സംവിധാനത്തോട് കൂടിച്ചേർന്നു, ഇടയ്ക്ക് വഴിമാറി, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി കൊടുത്തു. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സാമ്രാജ്യത്വം, ഫാഷിസം എന്ന വായിൽ കൊള്ളാത്ത മലയാളവും ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് വോട്ട് ഇടതുപക്ഷത്തിന് പതിച്ചു കൊടുത്തു. പിന്നെ മൂല്യം നോക്കി സ്ഥാനാർത്ഥിയുടെ പിന്നാലെ നടന്നു മൂല്യോമീറ്ററുമായി ആരാണ് കൂടുതൽ തെറ്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവർ സ്ഥാനാർത്ഥിയുടെ മൂല്യം നോക്കി വോട്ട് കൊടുത്തു. പിന്നീടാണ് മുന്നണിക്ക് പതിച്ചു കൊടുത്തത്. പിന്നെയാണ് സ്വയം അവർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് അവർ വോട്ടെണ്ണി നോക്കുന്ന സമയത്ത് ഉള്ള ചോറും ചക്കയിൽ ഒട്ടിയ മട്ടിലായി. അത്രയേ ഞങ്ങൾ ഉള്ളൂ എന്ന് അവർ സ്വമേധയാ തിരിച്ചറിഞ്ഞു. ഇപ്പൊ വെൽഫെയർ പാർട്ടിയുമായി പുതിയൊരു ജനാധിപത്യ രാഷ്ട്രീയത്തെ അവർ സമൂഹത്തോട് പറയുന്നു. ഷിർക്കിന് പാർട്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രാഷ്ട്രീയ പാർട്ടി ഷിർക്കാണ്, ജനാധിപത്യ വോട്ട് ഷിർക്കാണ്, അനുസരണമാകുന്നു, അതൊക്കെ എന്ന് പറഞ്ഞവർ ഷിർക്കിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് നേരിട്ടു എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനമായ ആശയം അവർ സ്വയം നിർമ്മിച്ചു. ഭരണഘടനയുടെ ആദ്യഘട്ടം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ ഒരു ആശയം നിർമ്മിച്ചിട്ടില്ല. ജമാഅത്തിന്റെ ഭരണഘടനയിൽ തൗഹീദിന് നിർവചനമുണ്ട്. മുജാഹിദിന്റെ ഭരണഘടനയിൽ തൗഹീദിന് നിർവചനമുണ്ട്. ജമാഅത്തിന്റെ ഭരണഘടനയിൽ ഇബാദത്തിന് നിർവചനമുണ്ട്. മുജാഹിദിന്റെ ഭരണഘടനയിൽ ഇബാദത്തിന് നിർവചനമുണ്ട്. സമസ്തയുടെ ഭരണഘടനയിൽ ഇബാദത്തിന് നിർവചനമില്ല, തൗഹീദിന് നിർവചനമില്ല. ആ നിർവചനം പറയാനല്ല സമസ്ത രൂപീകരിച്ചത്. നിർവചനം പറയേണ്ട ഉത്തരവാദിത്വം വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾക്കാണ്. അവർ ഖുർആനെ മുന്നിൽ വെച്ച്, ഹദീസ് മുന്നിൽ വെച്ച് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട്, അവർ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ട്, അവർ ഫിഖ്ഹ് ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആ പണിയെ സമസ്ത ഏറ്റെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഖിയാമത്ത് നാളെ വരെ സമസ്തക്ക് തിരുത്തേണ്ടി വരില്ല. കാരണം അതിന് സമസ്ത മെനക്കെട്ടിട്ടില്ല, സ്വയം നിർമ്മിക്കാൻ സമസ്ത മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് പാരമ്പര്യമാകുന്നു സമസ്തയുടെ അടിസ്ഥാനം, പൈതൃകമാകുന്നു സമസ്തയുടെ അടിസ്ഥാനം. 90 ആണ്ട് പറയുന്ന സമസ്ത 15 നൂറ്റാണ്ടപ്പുറത്തെ ആശയത്തെ പറയും. അത് പറയുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമസ്തക്കാർ രൂപീകരിക്കപ്പെടുക വഴി, സമസ്ത സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക വഴി സമൂഹത്തിലുണ്ടാക്കിയ ഒരു പരിഷ്കരണമുണ്ട്, ഒരു കോർഡിനേഷൻ ഉണ്ട്, ഒരു നവോത്ഥാനമുണ്ട്. അത് സമസ്ത ഉണ്ടാക്കിയതാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതുണ്ടാക്കുക വഴി സമൂഹത്തിൽ ഒരു പുതിയ മാറ്റമുണ്ടായി. ആ മാറ്റം പഴയതിനെ തള്ളിക്കൊണ്ടല്ല. പരിഷ്കരണങ്ങളും പുരോഗമനവും സമൂഹത്തിലുണ്ടാകും. പക്ഷെ പൈതൃകവും പാരമ്പര്യവും എതിർത്തുകൊണ്ടല്ല. എന്തുകൊണ്ടെന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ കേരളത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന ഉണ്ടാക്കിയത് നവോത്ഥാനത്തിന്റെ ഒരു വേദിയായി രൂപപ്പെട്ടു വന്നു എന്നല്ലാതെ അതിന് മുമ്പേ പരിഷ്കരണങ്ങളുണ്ട്. ആ പരിഷ്കരണങ്ങളും നവോത്ഥാനങ്ങളും ഒക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ചില ആളുകൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നവോത്ഥാനം എന്നതൊരു ക്രിമിലിയർ വൽക്കരിക്കപ്പെട്ട മേലാളന്മാരുടെ
സവർണ വിഭാഗമെന്ന് ഒരുപക്ഷെ നമുക്ക് ആരോപിക്കപ്പെടാവുന്ന ഒരു വിഭാഗത്തിന്റെ കുത്തകയായി നവോത്ഥാനം പറയുന്നവരുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ 90 കൊല്ലം ഇവിടെ നടപ്പാക്കിയ നവോത്ഥാനമാണ്. ആ നവോത്ഥാനം 90 ആണ്ട് തൊട്ട് തുടങ്ങുന്നത് മുതൽ ഇന്നും എന്നും ആ നവോത്ഥാനം നടത്തുക വഴി പാരമ്പര്യത്തെ നിലനിർത്തിയിട്ടും പൈതൃകത്തെ നിലനിർത്തിയിട്ടും മാത്രമേ സമസ്ത നടത്തിയിട്ടുള്ളൂ. പഴയതിനെ തള്ളി പറഞ്ഞിട്ടൊരു നവോത്ഥാനം പറയുക സാധ്യമല്ല. അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിനെ പൊളിച്ചെഴുതേണ്ടി വരും. അങ്ങനെ പൊളിച്ചെഴുതുക വഴി അടിത്തറയില്ലാതെ മേൽപ്പുര കെട്ടിപ്പൊക്കുക സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകൃത കാലഘട്ടത്തിന് മുമ്പേ സുന്നികൾ തന്നെയാണ് പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാ നവോത്ഥാനവും സമസ്തക്ക് അവകാശപ്പെട്ടതാണ്. വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹികം, സാംസ്കാരികം ഒക്കെ, സ്ത്രീ സ്വാതന്ത്ര്യമടക്കം അത് സമസ്തക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് വഴിയെ നമുക്ക് പറയേണ്ടത്. സമസ്ത അല്ലാത്ത മറ്റാരും കേരളത്തിൽ ഒരു നവോത്ഥാന പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഞാൻ പറയാം, ആരവിടെ നടത്തിയത്? നവീനാശയത്തിന്റെ പ്രേരാവിഷ്കാരമാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ബിദഈ സംഘടനകളാണ്. പെണ്ണ് പള്ളിയിൽ പോയാലേ നവോത്ഥാനമാകൂ, ഖുതുബ മലയാളത്തിൽ നിർവഹിച്ചാലേ നവോത്ഥാനമാകൂ എന്നതാരാ പറഞ്ഞത്? അങ്ങനെ ആരാ നവോത്ഥാനത്തെ നിർവചനം കൊടുത്തത്? അത് നവോത്ഥാനത്തെ തലകീഴായി മറിച്ച് ഇസ്ലാമിനെ വികൃതമാക്കുന്ന നവീനാശയമാണ്. നവീനാശയം ഒരിക്കലും നവോത്ഥാനമല്ല. അതിന് നവീനാശയം തന്നെ എന്ന് പറയണം. അത് ബിദഈ ചിന്തയാണ്. പാരമ്പര്യത്തെയും പൈതൃകത്തെയും നിലനിർത്തിക്കൊണ്ട് ഇവിടെ നവോത്ഥാനത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ലാത്തതൊക്കെയും പൊളിച്ചെഴുത്താണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90 കൊല്ലം നടത്തിയതും അതിനു മുമ്പ് ആലിമികൾ നിർവഹിച്ചതും അതുതന്നെയാണ്. കാരണം സമസ്തയുടെ ആശയത്തെ നമ്മൾ പറയുമ്പോൾ, ഞാൻ ഈ വിഷയത്തെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വളരെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, നമ്മുടെ ചരിത്രം 90 ആണ്ട് കൊണ്ടല്ല പറയേണ്ടത്, 15 നൂറ്റാണ്ട് കൊണ്ടാണ് ആശയ ചരിത്രം പറയേണ്ടത്. ആ ആശയത്തെ 90 കൊല്ലം എങ്ങനെ കേരളത്തിൽ പ്രാവർത്തികമാക്കി എന്നതാണ് സമസ്ത പറയേണ്ടത്. അതുകൊണ്ട് ആശയത്തിന്റെ ബന്ധം എപ്പോഴും 15 നൂറ്റാണ്ടപ്പുറത്തേക്ക് പോകണം. അപ്പൊ പുരോഗതി ഇവിടെ ഉണ്ടാക്കിയത്, ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് കൊല്ലം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുമ്പത്തെ വർഷം അവർ നടത്തി നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട്. നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട്. അതിന് ചരിത്രത്തിൽ എന്ത് പിൻബലമാവുള്ളത്? മുജാഹിദ് ഉണ്ടാക്കിയിട്ട് അന്ന് 90 കൊല്ലായിട്ടുള്ളൂ. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം നിർവൃത്ത മുജാഹിദീൻ ഉണ്ടാക്കുന്നതിന്റെ 10 കൊല്ലം മുമ്പ് മരണപ്പെട്ട ആളാണ് സനാഉല്ലാ മക്തി തങ്ങൾ. ആ സനാഉല്ലാ മക്തി തങ്ങൾ 90 കൊല്ലം 1 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ടു. ആ സനാഉല്ലാ മക്തി തങ്ങളെയാണ് നവോത്ഥാനത്തിന്റെ നായകനായി മുജാഹിദ് അവതരിപ്പിക്കുന്നത്. മുജാഹിദ് ഉണ്ടാക്കുന്നതിന്റെ 10 കൊല്ലം മുമ്പ് സനാഉല്ലാ മക്തി തങ്ങൾ മരിച്ചു. അപ്പൊ നവോത്ഥാനത്തിന്റെ ചരിത്രം മക്തി തങ്ങളിലൂടെയാണ് അവർ ആരംഭിക്കുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് ഇവിടെ നവോത്ഥാനം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. മക്തി തങ്ങളുടെ ചരിത്രത്തെ നവോത്ഥാനത്തിന്റെ 1ാം പാഠമായി, അതിന്റെ അലിഫായി അതിനെ പറയുമ്പോൾ അതിന്റെ മുമ്പ് കേരളത്തിൽ നവോത്ഥാനം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നാൽ സനാഉല്ലാ മക്തി തങ്ങളുടെ മുമ്പ് മരണപ്പെട്ടവരൊക്കെ മുസ്ലിമീങ്ങളല്ലെന്നാണോ? അവരുടെ കാലഘട്ടത്തിലൊന്നും പുരോഗതി ഇല്ലെന്നാണോ? അവരുടെ കാലഘട്ടത്തിലൊന്നും നവോത്ഥാനം ഇല്ലെന്നാണോ? സനാഉല്ലാ മക്തി തങ്ങൾ മുജാഹിദല്ല, വഹാബിയല്ല, സലഫിയല്ല, സുന്നിയാണ്. ഞാൻ ഇതിന്റെ മുമ്പൊരിക്കൽ ജിദ്ദയിലെ മറ്റൊരു പ്രോഗ്രാമിൽ അത് പറഞ്ഞിട്ടുണ്ട്. സനാഉല്ലാ മക്തി തങ്ങൾ സുന്നിയാണ്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ ഇന്നും എല്ലാ ബുക്ക് സ്റ്റാളിലും കിട്ടും. സനാഉല്ലാ മക്തി തങ്ങൾ തവസ്സുൽ നടത്തിയ ആളാണ്, ഇസ്തിഗാസ നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ കൃതിയിൽ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്തിട്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്. എന്റെ പേരക്കുട്ടിയായി ജനിക്കാൻ പോകുന്ന മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലായി, അല്ലാഹുവേ ഞാൻ എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി നിന്നോട് കേണപേക്ഷിക്കുന്നു എന്ന് നമ്മുടെ പൂർവീകനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. അല്ലാഹുവേ, ആദം നബി തവസ്സുൽ നടത്തിയത് ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയാണെങ്കിൽ
ഞാൻ തവസ്സുൽ നടത്തുന്നു എന്റെ പിതാമഹനായ മുത്തനബിയെ കൊണ്ട്, അതുകൊണ്ട് എന്റെ ദോഷം പൊറുക്കണേ എന്ന് സനാഉല്ലാ മക്തി തങ്ങൾ സകല വേദികളിലും ദുആ ചെയ്തതായി, തവസ്സുൽ നടത്തിയതായി അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിൽ ഇന്നും വായിക്കാം. ഞാരിദ് സ്വലാത്തിനെയും അതുപോലെ സ്വലാത്തിനെയും ഒക്കെ അദ്ദേഹം ഒരുപാട് അംഗീകരിച്ചതായിട്ടും കാണാം. സനാഉല്ലാ മക്തി തങ്ങളെ പറ്റി ചില ആളുകൾ ഉണ്ടാക്കുന്ന കാഴ്ചപ്പാട് തെറ്റാണ്. സ്ത്രീകളുടെ രംഗപ്രവേശവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില വേറിട്ട ചിന്ത ബഹുമാനപ്പെട്ട സനാഉല്ലാ മക്തി തങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് സുന്നി വിരുദ്ധമല്ല. സ്ത്രീകൾ പഠിക്കണം, സ്ത്രീകൾ എഴുതണം, സ്ത്രീകൾ രംഗത്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതൊന്നും പുരോഗമവാദം എന്ന് പറഞ്ഞ് നവീനാശയത്തിലേക്ക് കൂട്ടിച്ചേർക്കണ്ട. ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ സനാഉല്ലാ മക്തി തങ്ങൾ സുന്നിയാണ്. പക്ഷെ ചരിത്രത്തിൽ പറയുന്ന സമയത്ത് മറ്റൊരു ഭാഗത്തിൽ പറയുന്നത് ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി വലിയ പരിഷ്കരണവാദിയാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി സുന്നിയാണ്. പക്ഷെ ചാലിലകത്തിനെ അവതരിപ്പിക്കുന്നത് വഹാബികൾ ചില ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി പുളിക്കൽ ദർസ് നടത്താൻ വേണ്ടി അദ്ദേഹം വരുന്നത് ബാഖിയാത്തു സ്വാലിഹാത്തിൽ കൊണ്ട് ബാക്കവി ബിരുദം നേടിയിട്ടാണ്. അദ്ദേഹം ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി പഠനം നടത്തി അദ്ദേഹം വന്ന സമയത്ത് അന്ന് അവിടെ തർക്കമുണ്ടായി, പുളിക്കൽ തർക്കമുണ്ടായി. പുളിക്കൽ അതാണ് സുന്നികളുമായി ചാലിലകത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് വഹാബികൾ ഇന്ന് പറഞ്ഞു നടക്കുന്നത്. ഖിബല നിർണയത്തിൽ മഖ്ദൂമി പണ്ഡിതന്മാർ, പൊന്നാനി പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഖിബല നിർണയത്തിൽ ആർക്കും പാകപ്പിഴവ് പറ്റിയിട്ടില്ല. ചാലിലകത്ത് പറഞ്ഞു പുളിക്കൽ പള്ളിയിലെ ഖിബല നേരെയല്ല, അതുകൊണ്ട് പള്ളി പരിസരത്തുള്ള മറ്റു പള്ളികളും ഖിബല മാറ്റണം, പള്ളി പൊളിക്കണം എന്ന വാദം ചാലിലകത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ വാദത്തെ അദ്ദേഹം അംഗീകരിക്കാൻ അദ്ദേഹം പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചില്ല. ഈ ഒരു അഭിപ്രായ വ്യത്യാസം ചാലിലകത്തും അന്നത്തെ പൂർവിക പണ്ഡിതന്മാരായ പൊന്നാനി പണ്ഡിതന്മാർ, മഖ്ദൂമി പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ 5 അംഗ പണ്ഡിത സഭ ചേർന്നുകൊണ്ട് അന്ന് കൊടുത്ത ഫത്വ പ്രകാരം ചാലിലകത്തിന് പിഴവ് പറ്റിയിട്ടില്ല. ചാലിലകത്ത് പറഞ്ഞത് ഐനുൽ ഖിബല പരിഗണിച്ചതാണ്, എന്നാൽ ജിഹത്തുൽ ഖിബല പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള പള്ളി പൊളിക്കേണ്ടതില്ല എന്നതിൽ അവസാനിച്ചു. ചാലിലകത്ത് തന്റെ വാദം പിൻവലിച്ചു. ആ അടിസ്ഥാനത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ചാലിലകത്ത് എങ്ങനെ വഹാബിയാകുന്നു? ചാലിലകത്തിന്റെ 2 മക്കൾ വഹാബിയാണ്, MCC മൗലവിമാർ. പക്ഷെ അത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പിതാമഹന്മാർ, പിതാവ്, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര, അദ്ദേഹത്തിന്റെ ഗുരു പരമ്പര, അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പര മുഴുവനും സുന്നത്ത് ജമാഅത്താണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അദ്ദേഹം അവസാനം ദർസ് നടത്തിയ സ്ഥലം മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് പള്ളി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചാലിലകത്ത് വഫാത്തായത്. അദ്ദേഹത്തിന്റെ ജനാസ തിരുരങ്ങാടിയിൽ തന്റെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ 3 കാളവണ്ടിയിലാണ് മയ്യത്ത് കൊണ്ടുവന്നത്. 3 കാളവണ്ടിയിൽ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് 3 കാളവണ്ടിയിൽ മധ്യത്തിലാണ് ബഹുമാനപ്പെട്ട ചാലിലകത്തിന്റെ ജനാസ കിടത്തിയത്. ആ ജനാസ കൊണ്ടുപോരുന്ന സന്ദർഭത്തിൽ 3 വണ്ടിയിൽ നിന്നുകൊണ്ടും അത്യുച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലിയതായി അന്നത്തെ പഴയ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതിവെച്ച കൈരേഖയിൽ കാണാൻ സാധിക്കും. ചാലിലകത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി അദ്ദേഹത്തിന്റെ ഹത്തം പോലെ തിരുവങ്ങാടിയിൽ കെട്ടി. അങ്ങനെ മയ്യത്ത് മറവ് ചെയ്ത ശേഷം 40 ദിവസം ഹത്തം പോലെ കെട്ടിക്കൊണ്ട് ഹത്തം ഓടിയതായി ചരിത്രത്തിൽ കാണാം, ചാലിലകത്തിന്റെ ചരിത്രത്തിൽ കാണാം. ആ ചാലിലകത്ത് സുന്നിയാണ്. അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്ത് വളരെ മൂല്യവത്താണ്, ഞാൻ വിശദമായി പറയല്ല. വാഴക്കാട് പള്ളി ദർസ് നടത്തിയിരുന്നത്, അന്ന് അവിടെ ദർസ് നടത്തിയിരുന്നത് ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു, ഇന്നത്തെ മഹാനായ സൈനുൽ ചെറുശ്ശേരി ഉസ്താദിന്റെ വലിയുപ്പയുടെ ജ്യേഷ്ഠൻ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ദർസ് നടത്തുന്ന സന്ദർഭത്തിലാണ് പൊന്നാനിയിൽ നിന്നുകൊണ്ട് പുളിക്കൽ നിന്നുകൊണ്ട് ചാലിലകത്ത് വിരമിച്ചു എന്ന് കേട്ടത്. നേരെ ബഹുമാനപ്പെട്ട പ്രേപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജിയോട് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വേഗം പോയി ചാലിലകത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കണം, ചാലിലകത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കണം. അങ്ങനെ ചാലിലകത്തിനെ ക്ഷണിച്ചുകൊണ്ട് വാഴക്കാട് കൊണ്ടുവന്നു ദർസ് നടത്താൻ തീരുമാനിച്ചു. 2 മഹാന്മാർ തർക്കിച്ചു. ആ 2 മഹാന്മാരാരാ? പ്രോജ്വലനായ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയും പണ്ഡിത പ്രഭുവായ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. തർക്കം ഏത് കാര്യത്തില? 1ാം മുദരിസ് ആരാകണം എന്ന കാര്യത്തിൽ.
ഞാനാകണമെന്ന ഇന്നത്തെ തർക്കമല്ല, ഞാനാകൂല എന്ന അന്നത്തെ തർക്കം, നിങ്ങളാകണമെന്ന തർക്കം. ആ തർക്കത്തിൽ രണ്ടാളും വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചാലിലകത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ലോകപരിജ്ഞാനമുണ്ട്, നിങ്ങൾക്ക് കേവലം കിതാബിന്റെ ഇൽമു മാത്രമല്ല, ലോകജ്ഞാനിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒന്നാം മുദരിസാകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ചാലിലകത്ത് പറഞ്ഞു ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരോട്, ഉസ്താദെ, നിങ്ങൾ ഒന്നാം മുദരിസാകണം, കാരണം നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ട്, നിങ്ങൾക്ക് വറവുണ്ട്, അതുകൊണ്ട് എന്റെ പരിഷ്കരണത്തെക്കാൾ അങ്ങയുടെ വറയിനെയാണ് അംഗീകരിക്കപ്പെടേണ്ടത്, അതുകൊണ്ട് അങ്ങ് ഒന്നാം മുദരിസാകണം, ഞാൻ രണ്ടാമതായിക്കോളാം. രണ്ടാളും വീട്ടിലെ തർക്കിച്ചു. അവസാനം കോയപ്പത്തൊടി, ഒരു ഉമറാക്കളിൽ പ്രധാനി കോയപ്പത്തൊടി ഹാജിയാർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, എന്നാൽ ചാലിലകത്ത് ഒന്നാം മുദരിസായിക്കോട്ടെ എന്ന് പറഞ്ഞു. ചെറുശ്ശേരി തീരെ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോ ചാലിലകത്തിനെ ഒന്നാം മുദരിസാക്കി, രണ്ടാം മുദരിസായി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമ്മതിച്ചു. ഈ ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അന്ന് അവിടെ ക്ലാസ് റൂം സംവിധാനം കൊണ്ടുവരികയും മദ്രസ പഠനം ആരംഭിക്കുകയും കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതുകയും ചെയ്തത് ചാലിലകത്താണ്. പക്ഷെ അതുവരെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും സുന്നി പണ്ഡിതന്മാരുടെയും വാദം കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ പാടില്ല എന്നാണ്. ഇന്നും സമസ്തക്ക് നേരെ 90 വർഷം പൂർത്തിയായ സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് നേരെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഇന്ന് നെടുവത്തുകാരൻ ഇറക്കി വെച്ചിട്ടുള്ള ചോദ്യചിഹ്നമുണ്ട്. പണ്ട് സമസ്ത പറഞ്ഞതാണല്ലോ, കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ പാടില്ല, സ്ത്രീകൾ സ്കൂളിൽ പോകാൻ പാടില്ല, സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന ചില ചിന്താധാര സുന്നികളല്ലേ കൊണ്ടുവന്നത് എന്ന് ആണ്. അതിനെ ഇന്നത്തെ നാട്ടുപൊരി വെച്ചുകൊണ്ട് അളക്കരുത്. അങ്ങനൊരു വാദമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതണ്ട എന്ന് പറയുന്ന വാദം അത് വറാൻ. വറ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്ന മലയാള വാക്കുകൊണ്ട് നമ്മൾ ഒതുക്കി നിർത്തണ്ട. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഭാഗമേ വരും. വറ എന്നതൊരു പ്രപഞ്ചമാണ്. ആ പ്രപഞ്ച വിശാലതയുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഈ വാദം ഉന്നയിച്ചിരുന്നു. ആ വാദം ഉന്നയിക്കാനുള്ള കാരണം ഇസ്ലാമിന്റെ ചരിത്ര തെളിവാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ബത്തക്ക തിന്നത് എന്നറിയാത്തത് കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണം വരെ ബത്തക്ക തിന്നിട്ടില്ല. ബത്തക്ക തിന്നത് ഷുഗർ ഉണ്ടായതുകൊണ്ടല്ല അത് ഉപേക്ഷിച്ചത്, മറിച്ച് സൂക്ഷ്മത. ഹബീബായ തങ്ങൾ എങ്ങനെയാ ബത്തക്ക തിന്നത് എന്ന് കാണുന്നില്ല രേഖയിൽ ഞാൻ, അതുകൊണ്ട് ഞാൻ ബത്തക്ക തന്നെ തിന്നുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ബത്തക്ക തിന്നൽ ഹറാമായത് കൊണ്ടല്ല, സൂക്ഷ്മത പാലിച്ചു. അതാണ് ആലിമീങ്ങളുടെ ഒരു യോഗ്യത. അതാണ് മഹാന സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭൃത്യന് കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം, ഒരു മാംസം കഴിച്ചപ്പോ കഴിച്ച ശേഷം ഒരാൾ പറഞ്ഞു, ഭൃത്യൻ അങ്ങയുടെ അടിമ ജ്യോത്സ്യം പഠിച്ചിട്ട് ജ്യോത്സ്യ ജോലി ചെയ്തിട്ട് കിട്ടിയ വേതനം കൊണ്ടാണ് ആ മാംസം വാങ്ങിയത്, ആ മാംസമാണ് അങ്ങേ ഭക്ഷിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വായിൽ കൈയിട്ടുകൊണ്ട് ഛർദിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിക്കൽ ഹറാമായത് കൊണ്ടല്ല, സൂക്ഷ്മത ഉണ്ടായത് കൊണ്ടാണ്. അതിന്റെ മസ്അലയുടെ നൂലാമാല തേടിയല്ല പോകേണ്ടത്, സൂക്ഷ്മതയുടെ പ്രപഞ്ചം കൊണ്ട് മൂടപ്പെടേണ്ടതാണ് ഇത്തരം കാഴ്ചപ്പാട്. ഇസ്ലാമിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തസവുഫിന്റെ ലോകം തിരിയണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായ മറ്റൊരു മേഖല അന്വേഷിക്കണം. അപ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇതങ്ങനെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഒരപ്പം ചുട്ടുപോയി കൊണ്ടുപോയി കൊടുത്തത് ഒരു പാത്രത്തിൽ. ആ കിണ്ണപാത്രം അദ്ദേഹം ജോലി ചെയ്തത് മറ്റൊരു രാജ്യത്തെ കാലിസ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ്. കാലിന്റെ വേതനം കൊണ്ട് കിട്ടിയ ശമ്പളം, ആ ശമ്പളം കൊണ്ട് ഒരു കിണ്ണം വാങ്ങി ആ കിണ്ണത്തിൽ അപ്പം ചുട്ടുപോയി കൊണ്ടുപോയി കൊടുത്തു. കിണ്ണമല്ല, അപ്പം തന്നെ ഞാൻ തിന്നുന്നില്ല എന്ന് മനസ്സിലാക്കി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉപേക്ഷിച്ചു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം കിണ്ണം വാങ്ങിയ ശമ്പളം ജഡ്ജ്മെന്റ് നടത്തിയതാണ്. ജഡ്ജിക്ക് തന്റെ മുമ്പിൽ ബോധ്യപ്പെട്ടത് വക്കീലിന്റെ പവർ വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഹക്ക് പല കേസിലും മറുപക്ഷത്തായിരിക്കാം. അങ്ങനെ വാങ്ങിയ ശമ്പളം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞ തന്റെ മകന്റെ ശമ്പളത്തിൽ നിന്നുകൊണ്ട് പോലും കിണ്ണം വാങ്ങിയ പാത്രത്തിൽ ഉണ്ടാക്കിയ അപ്പം ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മാറി നിന്നത് സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത മഹാന്മാരായ ആലിമീങ്ങൾ തുടർന്നിരുന്നു. മഹാനായ
കുറച്ചുകൂടെ അടുത്തിരിക്കും. മഹാനായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആലിമീങ്ങൾ, സമസ്ത രൂപീകരിക്കപ്പെട്ട ശേഷമുള്ള ആലിമീങ്ങളും കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് സൂക്ഷ്മതയാണ്. എന്താ കാരണം? കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ വിശുദ്ധ ഖുർആനായത്ത് എഴുതും, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതും. അങ്ങനെ ഷറഫാക്കപ്പെട്ട പേരും ഷറഫാക്കപ്പെട്ട വാക്കുകളും എഴുതിയാൽ ആ ചോക്കിന്റെ പൊടി നിലത്ത് വീണാൽ, അത് മായ്ക്കപ്പെടുന്ന സമയത്ത് ആ പൊടിപടലം നിലത്ത് വീണാൽ ആ പൊടിയിൽ ചവിട്ടിയാൽ അത് സൂക്ഷ്മതയ്ക്കെതിരാവും. അത് മഹാന്മാരുടെ വിശുദ്ധ ഖുർആനെ അവഹേളിക്കുന്നതിന് തുല്യമാകും, നബി തങ്ങളെ അനാദരിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് വേണ്ട, അങ്ങനെ എഴുതണ്ട എന്ന് പറഞ്ഞിരുന്നു ആലിമീങ്ങൾ. കൂട്ടുകാരുടെ ഹൊസയുടെ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആശയക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പക്ഷെ ചെറുശ്ശേരി ഉസ്താദ് അതങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ചാലിലകത്ത് വാഴക്കാട്ട് 1-ാം മുദരിസായി സേവനം വരുന്ന അദ്ദേഹം കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതിയപ്പോ ചാലിലകത്തോട് കറക്കിക്കാൻ ചെറുശ്ശേരി ഉസ്താദ് നിന്നില്ല. എന്നാൽ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന സൂക്ഷ്മാലു അംഗീകരിക്കുന്ന പൊന്നാനി മഖ്ദൂമി പരമ്പരയിലെ പണ്ഡിതന്മാർ 6-7 പണ്ഡിതന്മാർ വാഴക്കാട്ട് വന്നുകൊണ്ട് ക്ലാസ് റൂം അന്വേഷിച്ചു. ക്ലാസ് റൂമിന്റെ സംവിധാനത്തെ സംബന്ധിച്ചുകൊണ്ട് പഠിച്ചു. കറുത്ത ബോർഡിൽ വെള്ളച്ചോക്കുകൾ എഴുതി പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആനുകൂല്യത്തെ പറ്റിയും അതിന്റെ ശാസ്ത്രീയ ഗുണത്തെ സംബന്ധിച്ചുകൊണ്ടും അവർ പഠിച്ചു. ചെറുശ്ശേരി ഉസ്താദ് ഏതൊരാശയത്തിൽ നിന്നുകൊണ്ടാണോ ഈ സൂക്ഷ്മത പകർന്നെടുത്തത്, ആ പണ്ഡിതന്മാർ ഇതിനെ അംഗീകരിക്കുന്ന ഘട്ടം വന്നപ്പോൾ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഷ്കരണങ്ങളും പുരോഗതിയും ഉണ്ടാവണം, അതുകൊണ്ട് ചില മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കണം എന്നവർ പറഞ്ഞപ്പോൾ ചാലിലകത്തിനെ സമ്മതിക്കാൻ ചെറുശ്ശേരി ഉസ്താദ് മുന്നോട്ട് വന്നു. അതാണ് സമസ്ത. ചാലിലകത്തെന്ന പരിഷ്കരണവാദിയും ചെറുശ്ശേരി ഉസ്താദ് എന്ന സൂക്ഷ്മാലുവും ചേർന്നതാണ് സമസ്ത, അഥവാ യാഥാസ്ഥികത്വവും നവോത്ഥാനവും സമസ്തയുടേതാണ്. ആ പണ്ഡിതന്മാരിൽ നിന്നുകൊണ്ടാണ് 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവികൊള്ളുന്നത്. അതിനെ നിലനിൽപ്പുള്ളൂ, അതല്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല. കാരണം ഇവിടെ സമസ്ത 926 രൂപീകരിക്കുമ്പോ ഒരടിസ്ഥാന കാമ്പ് ആശയമായി ഇല്ലെങ്കിൽ അതിന് വളരാൻ 90 കൊല്ലമല്ല, 9 കൊല്ലമല്ല, 9 മണിക്കൂർ പോലും നിലനിൽക്കാൻ കഴിയില്ല. പക്ഷെ നിലനിന്നു, 90 വർഷം വരെ നിലനിന്നു. അത് നിലനിന്നത് حي على الفلاح
സാർ ഒന്നായിട്ടേക്കൂലേ? അപ്പൊ സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പരിഷ്കരണം സമസ്ത കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പുരോഗതി പറയുമ്പോഴും വളർച്ച പറയുമ്പോഴും നവോത്ഥാനം പറയുമ്പോഴും പഴയ കാലഘട്ടത്തിന്റെ നിലപാടുകളെ തള്ളി പറയാൻ പാടില്ല. അത് ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ എന്നല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാർ ഈ സൂക്ഷ്മത വെച്ചു പുലർത്തുന്നവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് TV തെറ്റാണെന്ന് പറഞ്ഞത്. അത് സൂക്ഷ്മതയാണ്. എന്നാൽ അതേ കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യത്തിന് കൊണ്ട് സമസ്ത ലൈവായി കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു. അപ്പൊ വിഷ്വൽ മീഡിയ അംഗീകരിക്കുന്നത് പുതിയ മാധ്യമങ്ങളെ കണ്ടെത്തൽ ഒരു നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ TV സംപ്രേഷണങ്ങളിലും അതുപോലെ തന്നെ TV പ്രോഗ്രാമുകളിലും ചവറുകൾ ഉണ്ടാകും, അത് തെറ്റിലേക്ക് നയിക്കും എന്ന വിശാല കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദ് കണ്ടെത്തിയത് വറഇന്റെ ഒരു മേഖലയാണ്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടുകൾ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവും. ആ പുരോഗതിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ സമസ്ത 90 കൊല്ലക്കാലം നിർവഹിച്ചത് അതാണ്. ഇപ്പൊ ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. കേരള മുസ്ലിമീങ്ങളുടെ പുരോഗതി ഏതെല്ലാം മേഖലയിൽ ഉണ്ടായി? ഒരു മേഖലയാണ് സാഹിത്യരംഗം. സാഹിത്യരംഗത്ത് ആരവിടെ പുരോഗതി കാണിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ല. അവരൊക്കെ പുരോഗതി ഉണ്ടാക്കി കാണിച്ച വഴികളല്ല. സുന്നി ആലിമീങ്ങളിലാണ് ഇവിടെ സാഹിത്യരംഗത്ത് പുരോഗതി ഉണ്ടായത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നും സുന്നികളുടെ ഒരു കൃതിയോട് നെഞ്ചു വിരിച്ച് മത്സരിക്കാനുള്ള കെൽപ്പ് കേരളത്തിലെ മലയാള ഭാഷയിൽ ഒരു കൃതിക്കുമില്ല. അത് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലക്ക് 410 കൊല്ലത്തെ പഴക്കമുണ്ട്. 4 നൂറ്റാണ്ടും ഒരു പതിറ്റാണ്ടും. അതേ സംബന്ധിച്ചുകൊണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞത് എന്താ? ഖാലി മുഹമ്മദിന്റെ മുഹിദ്ദീൻ മാലയോട് മത്സരിക്കാൻ ഒരു മലയാള കൃതിക്കും കഴിയില്ല. അതേ സംബന്ധിച്ചുകൊണ്ട് സുകുമാർ അഴീക്കോട് സാഹിത്യത്തിന്റെ സമ്രാട്ടാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ജ്ഞാനപ്പാലക്ക് പോലും കഴിയില്ല, പാംസുസ്നാനത്തിന് കഴിയില്ല, ഉറൂബുമാർക്ക് കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിയില്ല മുഹിദ്ദീൻ മാല ഖാലി മുഹമ്മദിനോട് മത്സരിക്കാൻ. അത് മുഹിദ്ദീൻ മാലയാണ്. ആ മുഹിദ്ദീൻ മാല ഏറ്റവും വലിയ സാഹിത്യമാണ്. കേരളത്തിലെ ആദ്യത്തെ മലയാള കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മുഹിദ്ദീൻ മാലയാണ്. ആദ്യത്തെ മുസ്ലിം കൃതി മാപ്പിള കൃതി അല്ല, ആദ്യത്തെ മലയാള കൃതി. ഇന്ന് സംഘപരിവാര ചരിത്രത്തെ വളച്ചൊടിച്ചപ്പോ ഒരു ഭാഗത്ത് കുട്ടികൾക്കൂടെ ചോദ്യാവലി കൊടുത്തുകൊണ്ട് പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മലയാള കൃതി തുഞ്ചത്തെഴുത്തച്ഛന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണമാണെന്ന്. അല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണം എഴുതുന്നതിന്റെ 1.5 കൊല്ലം മുമ്പ് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹിദ്ദീൻ മാല എഴുതിയിട്ടുണ്ട്. ആ മുഹിദ്ദീൻ മാല സുന്നികളുടെ സംഭാവനയാണ്. കാരണം മുഹിദ്ദീൻ മാല വള്ളിപുള്ളി മാറാതെ അത് ഈ കാലഘട്ടത്തിലും തെളിയിച്ചുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എന്നതാണ് സമസ്ത ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തം. സമസ്ത പറയുന്ന തവസ്സുൽ ഇസ്തിഗാസ മുഹിദ്ദീൻ മാലയിലുണ്ട്. മുഹിദ്ദീൻ മാല പറഞ്ഞ തവസ്സുൽ ഇസ്തിഗാസ സമസ്ത പ്രചരിപ്പിക്കുന്നുണ്ട്. തവസ്സുൽ ഇസ്തിഗാസ എന്ന് മാത്രമല്ല, മുഹിദ്ദീൻ മാല പൂർണ്ണമായും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാടിലാണെന്ന് പറയുന്നത് സമസ്തയാണ്. അതുകൊണ്ട് സാഹിത്യ രംഗത്ത് സമസ്ത അല്ലാതെ മറ്റാരാണ് നിർവഹിച്ചത്? ഇപ്പൊ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോളം സമസ്തയുടെ ആശയത്തിന് പഴക്കമുണ്ട്. അല്ല, 15 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. സുന്നികളുടെ കൃതിയാണല്ലോ ഇന്ന് അവലംബിക്കാൻ പറ്റുന്നത്, അല്ലാതെ മറ്റാർക്കാ ഇവിടെ അവലംബിക്കാൻ കഴിയുന്നതുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി പരിഷ്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് പുതിയ കൃതികൾ ഇന്ന് പുറത്തിറക്കി. അവർ ഡോക്ടറേറ്റ് നേടാൻ ചില കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിഷയമായി കൊണ്ട് കൊടുത്തു. അതിലൊന്നാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ അവർ അംഗീകരിക്കുന്നു, പക്ഷെ ഫത്ഹുൽ മുഈൻ അവർ തള്ളുന്നു. മങ്കൂസ് മൗലിദ് അവർ തള്ളുന്നു. ഒരു ഭാഗത്ത് തുഹ്ഫത്തുൽ മുജാഹിദീൻ അവർ അംഗീകരിക്കുന്നു, മറുഭാഗത്ത് ഫത്ഹുൽ മുഈനും അതുപോലെ തന്നെ സുന്നി ആലിമികൾ അവർ തന്നെ എഴുതിയ കൃതികൾ അവർ തള്ളി പറയുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പാണ്. പക്ഷെ ഇത് രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും വലിയ യോഗ്യരായ ആളുകൾ ഇവിടെ ഉണ്ടായത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകളാണ്.
അദ്ദേഹം കാഫിർ എന്നാണ് രാജ്യത്തേക്ക് കടന്നു വന്ന വിദേശികളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പൊ കാഫിർ എന്ന് പറഞ്ഞത് ആരാ? മുസ്ലിം അല്ലാത്തവർ മുഴുവൻ കാഫിറാണ് എന്ന ധാരണ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തിരുത്തി. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നു കാഫിർ എന്ന് പറഞ്ഞ മുസ്ലിം അല്ലാത്തവർ എന്നല്ല, രാജ്യത്തിന്റെയും ഇസ്ലാമിന്റെയും വിരോധികൾ അവർക്ക് കാഫിര്യങ്ങളാണ്. കാഫിര്യങ്ങളോട് ഏറ്റുമുട്ടാൻ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ത്വഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. കാഫിര്യങ്ങളോട് ഏറ്റുമുട്ടാൻ മുസ്ലിം യോദ്ധാക്കളെ, ധീരയോദ്ധാക്കളെ തയ്യാർ ചെയ്തുകൊണ്ടാണ് എഴുതിയത്. പക്ഷെ ആരെ സംരക്ഷിക്കാൻ? സാമൂതിരി എന്ന മുസ്ലിമിനെ സംരക്ഷിക്കാൻ. ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളല്ല സാമൂതിരി, ഇസ്ലാമായ ആളല്ല സാമൂതിരി, 5 വക്ത് നിസ്കരിക്കുന്ന ആളല്ല സാമൂതിരി. സാമൂതിരി ഹിന്ദുവാണ്. ഹിന്ദുവായ സാമൂതിരിയെ സംരക്ഷിക്കാൻ കാഫറായ വിദേശികൾക്കെതിരെ പടപൊരുതാൻ മുസ്ലിമീങ്ങൾ സമരയോദ്ധാക്കളാകണം എന്ന് പറയുക വഴി രാജ്യത്തിന്റെ അടിത്തറയും ദേശീയതയും എന്താണെന്ന് ഈ രാജ്യത്തോട് ആദ്യമായി പഠിപ്പിച്ചു തന്നത് സുന്നി ഉലമാക്കളാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളല്ലാതെ, ത്വഫത്തുൽ മുജാഹിദീന്റെ രചയിതാക്കളല്ലാതെ ആരാ ഇത് പറഞ്ഞിട്ടുള്ളത്? ഫത്ഹുൽ മുബീൻ എഴുതിയ ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹിദ്ദീൻമാരെ ചൊല്ലാൻ മടിക്കുന്ന ജമാഅത്തുകാർ ഫത്ഹുൽ മുബീൻ പറയുന്നു. പക്ഷേ ഈ ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല സമരയോദ്ധാക്കൾക്ക് കാഴ്ചവെക്കാവുന്ന ഒരു തിരുഗ്രന്ഥം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് സുന്നികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലാക്കുന്ന ചരിത്രഭൂമികയിൽ നിന്നുകൊണ്ട് വേണം സമസ്ത നിർവഹിച്ചത് ഏതിൽ നിന്നുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്, സർഗാത്മകതയിൽ, ഗാനത്തിൽ, സാഹിത്യത്തിൽ എന്ന പോലെ തന്നെ ഉജ്ജ്വലമായി കൊണ്ടു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മൊയ്യൂട്ടി വൈദ്യരുടെ ബദർപ്പാട്ട്, പടപ്പാട്ട്, അത് ഇന്നും പ്രസക്തിയാണ്. അതൊക്കെ സുന്നികളുടെ സംഭാവനയാണ്. ഞാൻ വിശദമായി പറയുന്നില്ല. സ്ത്രീ നവോത്ഥാനം, ആരാണ് സ്ത്രീകളുടെ നവോത്ഥാനം പറയുന്നത്? സ്ത്രീകളുടെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പെണ്ണ് പള്ളിയിലെ ജുമാക്കും ജമാഅത്തിനും പോയാലേ സ്ത്രീകൾക്ക് നവോത്ഥാനം ഉണ്ടാകൂ എന്നത് സ്ത്രീ നവോത്ഥാനത്തെ വക്രീകരിച്ചവരാണ്. ഇനി സ്ത്രീകൾ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും പ്രസംഗിച്ചു നടന്നാലും ഒച്ചവെച്ച് നടന്നാലുമേ സ്ത്രീക്ക് പുരോഗതി ഉണ്ടാകൂ എന്നതും മിഥ്യാധാരണയാണ്. ഇനി സ്ത്രീ അഭിനയിച്ചു നടന്നാലും, സ്ത്രീ ഉടുമുണ്ടഴിച്ചുകൊണ്ട് തിമർത്താടി പരസ്യത്തിൽ ആടി തിമർത്താലും സ്ത്രീക്ക് പുരോഗതി ഉണ്ടാകും എന്നതും സ്ത്രീയെ കച്ചവടം നടക്കുന്നവന്റെ ധാരണയാണ്. അതൊക്കെ കമ്പോളവൽക്കരിക്കപ്പെട്ട ചരിത്രം, കമ്പോളവൽക്കരിക്കപ്പെട്ട നിലപാടാണ്. അതൊക്കെ പെണ്ണിന് കച്ചവട വസ്തുവായി ഉപയോഗിക്കണം. പെണ്ണിന് അവരവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. സ്ത്രീകളുടെ കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ ചോദിച്ചു വാങ്ങണം, പുരുഷന്റെ കാര്യങ്ങൾ പുരുഷൻ തന്നെ ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീ സംഘടിക്കട്ടെ, സ്ത്രീ മുദ്രാവാക്യം വിളിക്കട്ടെ, സ്ത്രീ തെരഞ്ഞെടുപ്പിൽ വരട്ടെ എന്ന നിലപാട് സ്വാർത്ഥതയാണ്, സ്വജനപക്ഷപാതമാണ്, മറ്റൊരു വർഗത്തോടുള്ള വിരോധമാണ്. ആ കാഴ്ചപ്പാടെന്ന് നമ്മൾ വിട്ടു തുറന്ന് പറയാൻ മടി. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നു, സ്ത്രീകളാണ് പുരുഷന്മാരുടെ കാര്യങ്ങൾ വീടുകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് വീടിന്റെ പുറത്ത് പൊതുരംഗത്ത് സ്ത്രീയുടെ കാര്യം ആണ് നിർവഹിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്ത്രീപക്ഷ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. സ്ത്രീപക്ഷ സംഘടന, അവിടെ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്ന സംഘടന. സ്ത്രീ സുഖിക്കേണ്ടവളാണ്, അവൾ വീടുകളിൽ സുരക്ഷിതയാകേണ്ടവളാണ്. അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ പെണ്ണ് ഒച്ചയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോകണ്ട, പെണ്ണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണ്ട, പെണ്ണ് തെരുവോരങ്ങളിൽ പ്രകടനം നടത്തണ്ട. പെണ്ണിന് വേണ്ടി പ്രകടനം നടത്തേണ്ടതും സമര ചോരക്കളങ്ങൾ വേണ്ടി വന്ന് സൃഷ്ടിക്കേണ്ടതും ചോദിച്ചു വാങ്ങേണ്ടതും ഒച്ച വെക്കേണ്ടതും ഒക്കെ ആണുങ്ങൾ ചെയ്യണം. കാരണം പെണ്ണ് ആണിന്റെ കാര്യം നിർവഹിക്കുന്നു, പെണ്ണിന്റെ കാര്യം ആണ് നിർവഹിക്കണം എന്ന കാഴ്ചപ്പാട് സ്ത്രീയുടെ പക്ഷമാണ്. സ്ത്രീക്ക് പുരോഗതി ഉണ്ടെങ്കിലും സ്ത്രീയുടെ പുരോഗതി അംഗീകരിക്കുകയും ചെയ്യുന്നതാരാ? പാഠഭേദം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്, ഒരു മാസിക, ഇപ്പൊ ഇറങ്ങുന്നില്ലത്, കോഴിക്കോട് നിന്ന് ഇറങ്ങിയതാ. അത് എഴുതാറുള്ളത് സിബിക് ചന്ദ്രനും കുറച്ച് കൂട്ടാളികളുമാണ്. കെ വേണും സിബിക് ചന്ദ്രൻ കുറച്ച് ആളുകളാണ്. ഇസ്ലാം അല്ല, കുറച്ച് നക്സലിറ്റുകാരും മറ്റു ഇടതുപക്ഷക്കാരും കൂടിയൊക്കെയാണ് നടത്താറുള്ളത്. പക്ഷെ അതിൽ ഒരു ലക്കത്തിൽ സ്ത്രീ, മുസ്ലിം സമുദായത്തിലെ സ്ത്രീയുടെ നവോത്ഥാനം അവകാശപ്പെടാൻ യോഗ്യതയുള്ള പ്രസ്ഥാനം സുന്നികളാണ് എന്ന് എഴുതി വെക്കുന്നു. എന്നെന്താ തെളിവെന്നറിയോ? നഫീസത്തുൽ മിസ്രിയെയും റാബിയത്തുൽ അദവിയെയും വാഴ്ത്താനും പുകഴ്ത്താനും സുന്നികൾക്കേ കഴിയൂ. കാരണം ദൈവത്തിന്റെ ഇടയാളന്മാരുടെ കുത്തക പുരുഷവർഗത്തിന് പതിച്ചു കൊടുത്ത
ചില സംഘടനകളുടെ മുമ്പിൽ ദൈവത്തിന്റെ സാമീപ്യത്തിലേക്ക് എത്തിപ്പെടാൻ ഇടയാളുകളായി നഫീസയെയും റാബിയയെയും അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് ആത്മീയ ചക്രവാളം സമ്മതിച്ചു കൊടുക്കുന്നത് സുന്നികളാണ്. അതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, റാബിയത്തുൽ അദ്വിയ റളിയല്ലാഹു അൻഹ, ആ രണ്ട് മഹദികളെ വെച്ചുകൊണ്ട് വളരെ വ്യക്തമായി സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം സമർത്ഥിച്ചുകൊണ്ട് പറയുന്നു. അപ്പൊ സുന്നികളാണ് സ്ത്രീകൾക്കിടെ അവകാശം കൊടുക്കുന്നത്. പെണ്ണെഴുതിയാൽ പെണ്ണെഴുത്ത് എന്ന ഇന്നത്തെ വാക്ക്, ആണെഴുതുമ്പോൾ ആണെഴുത്തല്ല, പെണ്ണെഴുതുമ്പോൾ പെണ്ണെഴുത്താൻ. അതെന്താ? പെണ്ണിനോടുള്ള ഒരു വിരോധമാണ്. പെണ്ണ് നായികയായിക്കൂടാ, പെണ്ണ് പുരോഗതിയായിക്കൂടാ എന്ന് പറയുന്നത് പെണ്ണ് നായികയാൻ, പെണ്ണ് ഇടയാളയാൻ, പെണ്ണ് ആത്മീയ ചക്രവാളത്തിൽ ബന്ധപ്പെട്ട മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ അംഗീകരിക്കണം. അവരുടെ പേരിൽ കവിത എഴുതണം, അവരുടെ പേരിൽ കവിത ചൊല്ലണം, അവരുടെ കവിതകൾ പാടുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൂടെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ നഫീസത്ത് മാല ചൊല്ലാൻ പുരുഷവർഗത്തെ പോലും നിർബന്ധിക്കുകയും പുരുഷവർഗത്തെ പോലും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് സുന്നികളാണ്. അതുകൊണ്ട് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന സംഘടന സമസ്തയാണ്. വേറെ ആർക്കാ കഴിയുന്നത്? രാഷ്ട്രീയ നവോത്ഥാനത്തിൽ സമസ്തയോളം അവകാശപ്പെടാൻ ആർക്കാ സാധിക്കുക? ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ രാഷ്ട്രീയ പാർട്ടിക്കോട് വിരോധം വെച്ചുകൊണ്ടോ പറയുന്നതല്ല. പക്ഷെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നത് ഇന്ത്യൻ മുസ്ലിം സമുദായത്തിന് അപ്രാപ്യമാകാൻ പാടില്ല എന്ന് വരുത്തുക വഴി രാഷ്ട്രീയത്തിന്റെ അടിത്തറ ആത്മീയരുടെ കാമ്പിൽ തൊട്ടേ കിട്ടൂ എന്ന് പഠിപ്പിച്ചൊരു സമസ്തയാണ്. സർവ ഇന്ത്യ മുസ്ലിം ലീഗ് വലിയ പാർട്ടിയായിരുന്നല്ലോ നമ്മുടെ ഇന്ത്യയിൽ. വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു, അതിൽ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. ജിന്നാ സാഹിബ് അതിന്റെ ബഹുഭാഷാ പണ്ഡിതൻ, എന്തുകൊണ്ട് പ്രഗത്ഭൻ. ജിന്നാ സാഹിബ് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ലിയാഖത്ത് അലി കൂടെയുണ്ട്, അഖാഖാൻ കൂടെയുണ്ട്, ഖായിദുൽ ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള അതിന്റെ മെമ്പർമാരാണ്. ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടന്നു കോഴിക്കോട്ട്. മദ്രാശി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ മദ്രാശി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ സീറ്റിൽ മത്സരിക്കുന്നത് ബഹുമാന്യനായ ബി പോക്കർ സാഹിബാണ്. പോക്കർ സാഹിബ് ഭൂഭാഷ പണ്ഡിതൻ, ഉരുക്കു മനുഷ്യൻ. മുസ്ലിം ലീഗ് ഉണ്ടായ സന്ദർഭത്തിൽ ഒറ്റക്ക് നിന്നുകൊണ്ടാണ് നെഹ്റുവിന്റെ ഒരു ബില്ലിനെതിരെ പടപൊരുതി ജയിച്ചെടുത്തത് പോക്കർ സാഹിബ് ഒറ്റക്ക് നിന്നിട്ടാണ്. ആ മാതിരി ഉരുക്കു മനുഷ്യനാണ് പോക്കർ സാഹിബ്. പോക്കർ സാഹിബ് അന്ന് സർവ ഇന്ത്യ മുസ്ലിം ലീഗില്ല. പോക്കർ സാഹിബ് മത്സരിക്കുന്നു കോഴിക്കോട്ട്. പോക്കർ സാഹിബിന്റെ പിൻബലം എന്തൊക്കെയാ? അദ്ദേഹത്തിന്റെ കൂടെ സീരി സാഹിബുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഉപ്പി സാഹിബുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ അഖാഖാൻ ഉണ്ട്, ലിയാഖത്ത് അലി ഉണ്ട്. ജിന്നാ സാഹിബിന്റെ സന്ദേശം പോലും വായിക്കപ്പെട്ടു. സർവ ഇന്ത്യ മുസ്ലിം ലീഗ് 3 പ്രഗത്ഭമായ ദേശീയ സംഘടനകൾ അന്ന് പ്രിയപ്പെട്ട പോക്കർ സാഹിബിന് പിന്തുണ കൊടുത്തു. 1 സർവ ഇന്ത്യ മുസ്ലിം ലീഗ് തന്നെ, 2 കോൺഗ്രസ് മദ്രാശി നിയമസഭയെ തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം ലീഗിന്റെ കൂടെയാണ്. 3ാമത്തേത് മജ്ലിസ്. 3 ദേശീയ പാർട്ടികളുടെ പിന്തുണ ബഹുമാനപ്പെട്ട പോക്കർ സാഹിബിനുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ മറുഭാഗത്ത് മത്സരിക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഖാൻ ബഹദൂർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളാണ്. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ തനിച്ചൊറ്റക്ക് മത്സരിക്കുന്നു. ഒരു പാർട്ടിയുടെ പിൻബലം അദ്ദേഹത്തിനില്ല, ഒരു നേതൃത്വത്തിന്റെ പിൻബലം അദ്ദേഹത്തിനില്ല, ഒരു പതാകയുടെ പിൻബലം അദ്ദേഹത്തിനില്ല, ഒരു ഭരണഘടനയുടെ പിൻബലം അദ്ദേഹത്തിനില്ല. പക്ഷേ വോട്ടെണ്ണി നോക്കുന്ന സമയത്ത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പോക്കർ സാഹിബ് പരാജയപ്പെട്ടു. എന്താ കാരണം? ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളുടെ കൂടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ആറ്റക്കോയ തങ്ങൾ എവിടെ പോകുന്നുവോ കൂടെ ബാഫഖി തങ്ങൾ പോകും. അപ്പൊ കേരളത്തിലെ കോഴിക്കോട്ടെ ജനങ്ങൾ മനസ്സിലാക്കി, ബാഫഖി തങ്ങൾ എങ്ങോട്ടാ പറയുന്നത് അങ്ങോട്ട് വേണം. ഞങ്ങൾ സർവ ഇന്ത്യ മുസ്ലിം ലീഗ് ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ ജിന്നാ സാഹിബിനെ പരിചയമില്ല, ഞങ്ങൾക്ക് പരിചയം പാണ്ഡ്യാല നടത്തുന്ന ബാഫഖി തങ്ങളെ മാത്രമാണ്. അദ്ദേഹം എന്ത് വെച്ചുകൊണ്ടാ? ആത്മീയതയുടെ അഹ്ലുബൈത്തിന്റെ ഏറ്റവും വലിയ ത്രാണി ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളിലാണ്. അത് മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലാഹോറിൽ വെച്ചുകൊണ്ട് സർവ ഇന്ത്യ മുസ്ലിം ലീഗുമായി അവസാനത്തെ യോഗം നടത്തി പിരിഞ്ഞത്. പിരിഞ്ഞു പോരുന്ന സന്ദർഭത്തിൽ ഖായിദ മില്ലത്ത് 948 മാർച്ച് 10 രാജാജി ഹാളിൽ മദ്രാസിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കി.
പക്ഷെ അദ്ദേഹത്തിന്റെ നാടായ മദ്രാശിയിൽ തന്നെ തമിഴ്നാട്ടിൽ പോലും ഒരു ബ്രാഞ്ച് തുടങ്ങിയില്ല, ഒരു ശാഖ കമ്മിറ്റി ഉണ്ടാക്കിയില്ല. നേരെ അദ്ദേഹം കോഴിക്കോട്ട് വന്ന പാണ്ഡ്യാലക്കൽ ബാഫഖി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആകണം, നിങ്ങൾ സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവണം. ആയിരമില്ലത്തുമായി അദ്ദേഹത്തിന് വലിയ പരിചയമുണ്ട്. ബാഫഖി തങ്ങൾ പറഞ്ഞു, ഇസ്മായിൽ സാഹിബ് പറഞ്ഞാൽ ഞാൻ കേൾക്കാം, നമ്മുടെ സമുദായത്തിന് ഗുണമുണ്ടാവുമോ? ഉണ്ടാകും. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദേശീയ വിരോധികളാണ്, പാകിസ്ഥാൻ പരമിന്റെ ഉത്തരവാദികളാണെന്നൊക്കെ നമുക്കെതിരെ പറയുന്നുണ്ട്. അതുകൊണ്ട് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിൽ ചില താളം തെറ്റലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില താളപ്പിഴവുകൾ മാറ്റിക്കൊണ്ടൊരു ഒത്തൊരുമയുണ്ടാക്കണം. അതുകൊണ്ട് അങ്ങ് ഇതിന്റെ നേതാവായാലേ അത് നടക്കും. അതുകൊണ്ട് അങ്ങ് ചുമര് നൽകണം, എങ്കിൽ ചിത്രം വരയൂ. സമുദായത്തിന് നേട്ടത്തിനുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം. ആ ബാഫഖി തങ്ങൾ അധികാരം മോഹിച്ചല്ല. മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് സമ്മേളനം ഒരിക്കൽ മഞ്ചേരി വെച്ചുകൊണ്ട് നടന്ന സമയത്ത് ബാഫഖി തങ്ങൾ അബ്ദുള്ളക്കുട്ടി കുരിക്കലുടെ മാളിക വീടിന്റെ മട്ടുപ്പാവിൽ ഇതുകൊണ്ട് കിളിവാതിൽ തുറന്നു വെച്ച് മുസ്ലിം ലീഗിന്റെ പ്രകടനം കാണുമ്പോൾ ലീഗിന്റെ പ്രവർത്തകന്മാർ വിളിച്ചു പറയുന്നു, ബാഫഖി തങ്ങൾ നേതാവെ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. 2-3 ആളുടെ മുദ്രാവാക്യം കേട്ടപ്പോഴേക്കും പച്ചക്കടലിൽ ഒഴുകി വരുന്ന കണ്ട് സന്തോഷിക്കേണ്ട ബാഫഖി തങ്ങൾ വാതിൽ കൊട്ടിയടച്ച് കുരിക്കലുടെ ബെഡിൽ കിടന്നുകൊണ്ട് കമയിന്ന് കരഞ്ഞു, തലക്കെട്ടടിച്ചിട്ട് കരഞ്ഞു. അബ്ദുള്ളക്കുട്ടി കുരിക്കൽ ചോദിച്ചു, അങ്ങെന്തിനാ തങ്ങളെ കരയുന്നത്? ബാഫഖി തങ്ങളെ പറഞ്ഞു, അവർ പറയുന്നത് കേട്ടില്ലേ, ഞാനാണത്രേ അവരുടെ നായകൻ, ലക്ഷം ലക്ഷം എന്റെ പിന്നാലെ ഉണ്ടത്രേ. നാളെ ഇവരിൽ ആരെങ്കിലും വഴി തെറ്റിയ പടച്ച റബ്ബിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ? എനിക്കതിന് കഴിയുമോ? ഞാൻ ഈ കാരണത്താൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമോ? കുരിക്കലെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പൊട്ടി തേങ്ങി തേങ്ങി കരഞ്ഞ മഹാനായ ബാഫഖി തങ്ങൾ. ആ ബാഫഖി തങ്ങൾ ആത്മീയതയുടെ നിറകുടമാണ്. അതുകൊണ്ട് ആ ബാഫഖി തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ പച്ച പിടിച്ചത്. അതിന്റെ മുമ്പേ ബാഫഖി തങ്ങളെക്കാൾ മുമ്പേ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അംഗമായ സീരി സാഹിബ് ബാഫഖി തങ്ങളുടെ പിന്നിലാണ്, പോക്കർ സാഹിബ് ബാഫഖി തങ്ങളുടെ പിന്നിലാണ്, ഉപ്പി സാഹിബ് ബാഫഖി തങ്ങളുടെ പിന്നിലാണ്. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കുലപതിമാരായ ഈ 3 ആളുകളും ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന മഹാനായ ആ പണ്ഡിത തേജസ്സിന്റെ, ആ ആത്മീയ തേജസ്സിന്റെ പിന്നിലാണ്. ബാഫഖി തങ്ങൾക്ക് എന്താ ഉള്ളത്? ഒരു ഇംഗ്ലീഷ് അക്ഷരം എഴുതാൻ അറിയില്ല. ബാഫഖി തങ്ങൾക്ക് എന്താ ഉള്ളത്? ഒരു മൈക്കിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സ്ഫുടമായി മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല. ബാഫഖി തങ്ങൾക്ക് ഒന്നുണ്ട്, ഒരു നക്ഷത്രമുണ്ട്, അഹ്ലുൽ ബൈത്ത്. അത് ബാഫഖി തങ്ങൾക്കുണ്ട്. ആ നക്ഷത്രത്തിൽ നിന്നാണ് എല്ലാവരും നേടിയത്. ആ ബാഫഖി തങ്ങളെ സമൂഹത്തിന് സമർപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് സാഹിത്യമാവട്ടെ, സ്ത്രീത്വമാകട്ടെ, ഇനി എന്തുമാവട്ടെ, രാഷ്ട്രീയമാകട്ടെ, അതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ വളർന്നതാണ് ഈ സമൂഹത്തിന് കിട്ടിയത്. വിദ്യാഭ്യാസ രംഗത്ത്, കേരളക്കരയിൽ വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത ഉള്ളതുകൊണ്ട് ഒറ്റേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. ഇനി വിദ്യാഭ്യാസ മേഖല എവിടെയാ ടച്ച് ചെയ്യാത്തത്? ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയേണ്ട കാര്യമാണ്. രചിതന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങൾ തമ്മിൽ ഭേദമാണ്, ഒരുപാട് പോരായ്മകളുണ്ട്, പക്ഷെ തമ്മിൽ ഭേദം കേരള മുസ്ലിമീങ്ങളാണ്. പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങൾ രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയിൽപ്പെട്ട 7 ആളുകളിൽ ഒരാൾ കോഴിക്കോട്ട് വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞതെന്താ? ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കണക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത് പശ്ചിമ ബംഗാളിലാണ്. 30 കൊല്ലം ഒരു നിരീശ്വര സംഘടന ഭരിച്ചിട്ടുള്ള സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ. പ്രതിപക്ഷം പോലും ക്രിയാത്മകമാവാതെ ഭരിച്ച സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കണക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു. എവിടെയാണോ ടാറിട്ട റോഡ് അവസാനിക്കുന്നത്, നടന്ന് വാഹനത്തിൽ യാത്ര ചെയ്ത് ടാറിട്ട റോഡിൽ ഇങ്ങനെ പോയി ടാറിട്ട റോഡ് എവിടെയാണ് അവസാനിക്കുന്നത്, അവിടെ തുടങ്ങും ഒരു മുസ്ലിം ഗ്രാമം. എവിടെയാണോ കറണ്ടില്ലാത്ത വീടുകൾ, അത് മുസ്ലിം വീടുകളായിരിക്കും. എവിടെയാണോ കുടിക്കാൻ വെള്ളം കിട്ടാത്ത വില്ലകൾ, അത് മുസ്ലിം വില്ലകളായിരിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് റോഡും ഇല്ല, റോഡിന് ടാർ ചെയ്തിട്ടില്ല, അവരുടെ ജലസേചനമില്ല, കറണ്ടില്ല, അതൊന്നുമില്ല. പശ്ചിമ ബംഗാൾ. ഗുജറാത്തിൽ മുസ്ലിമുകൾ 40% പ്രൈമറി തല വിദ്യാഭ്യാസമില്ലാതെ പിന്തള്ളപ്പെട്ടു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ 100% പ്രൈമറി തല വിദ്യാഭ്യാസം നേടി, മറ്റു പല മേഖലയിലും അവർ ഉന്നതമായ വിദ്യാഭ്യാസം നേടി. എന്നാൽ കേരളത്തിൽ പോരായ്മകളുണ്ട്, എന്നാലും തമ്മിൽ ഭേദം കേരളമാണ്. കാരണം എന്താ? രജീന്ദ്ര സച്ചാർ കമ്മിറ്റി പറയുന്ന ഒന്ന്, ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൊണ്ടുവന്ന രാഷ്ട്രീയപരമായ ചിന്താബോധം. 2, മദ്രസകൾ.
മദ്രസകൾ വഴിയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേട്ടം കൈവരിച്ചത്, അല്ലേ? ഈ മദ്രസകൾ വഴി നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ മദ്രസ ഇവിടെ ആരാ നടത്തുന്നത്? ഈ മദ്രസകൾ നടത്തുന്നത് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ 9550 മദ്രസ സമസ്ത കേരള ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് ആരാ ഉള്ളത്? ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. തൊടിയൂരും കടക്കലും ഒക്കെ നടത്തുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, അവരുടെ മദ്രസയുടെ എണ്ണം 2000 മൂന്നാം സ്ഥാനത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അവരുടെ മദ്രസയുടെ എണ്ണം ലോഡ്ജിന് നമ്പർ ഇട്ട പോലെ എണ്ണാതെ മര്യാദ കണ്ണിയാൽ 1200. മുജാഹിദ് മൗലവി വിഭാഗം, ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ മദ്രസയുടെ എണ്ണം 360. ഇത് അവരുടെ തന്നെ കണക്കാണ്. മുജാഹിദ് മടവൂർ വിഭാഗത്തിന്റെ മദ്രസയുടെ എണ്ണം 290. ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയുടെ എണ്ണം 255. ജമാഅത്തെ ഇസ്ലാമിക്ക് 255, മടവൂർ മുജാഹിദിന് 290, മൗലവി മുജാഹിദിന് 360, കാന്തപുരം സുന്നിക്ക് 1200, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 2000, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 9550. ഇത് കേവലം കൊട്ടക്കണക്കല്ല, വസ്തുതാപരമായ കണക്കാണ്. ഇതിന്റെ ഈ കണക്കിന്റെ അവലംബം ഒന്നാമതായി ഒരു കാലഘട്ടത്തിൽ സമസ്തക്ക് 8000 മദ്രസ ഉള്ള സമയത്ത് കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു ഡോക്ടർ CK കരീം അദ്ദേഹത്തിന്റെ കേരള മുസ്ലിം ഡയറക്ടറിയിൽ. അന്ന് സമസ്തക്ക് 8000 മദ്രസയാണ്. അദ്ദേഹം മരിച്ചിട്ട് 10 കൊല്ലമായി, 10-ലധികമായി. ഈ കണക്ക് വളരെ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജോർജ് ജോൺ എന്ന പത്രപ്രവർത്തകൻ ഇന്ത്യ ടുഡേയിൽ. കേരള മദ്രസകരുടെ പറ്റിയൊരു ഫീച്ചർ തയ്യാറാക്കിയ ഇന്ത്യ ടുഡേ, എന്റെ കയ്യിലുണ്ടാവും ഇന്ത്യ ടുഡേ. അതിൽ സമസ്തയുടെ കണക്ക് അദ്ദേഹം എല്ലാ ഓഫീസിൽ വഴി അദ്ദേഹം മിക്ക മദ്രസകളും ചെന്നുകൊണ്ട് സർവേ നടത്തി അദ്ദേഹം നീണ്ട പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു സർവേ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇതാണ്. ഇതേ കണക്കിൽ അല്പസ്വല്പം 10-15 മദ്രസയുടെ വ്യത്യാസത്തോടു കൂടി അതേ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ 255 മദ്രസ ഞങ്ങൾക്കുള്ളൂ എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം സമസ്തയുടെ 85ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രബോധനം സമസ്തയെ പറ്റി ഫീച്ചർ ഇറക്കി. അതിൽ അവർ സർവേ നടത്തി, എല്ലാ മദ്രസയുടെയും കണക്ക് അവർ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ കണക്ക് കൃത്യമാണ്. സമസ്ത കേരള ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷുമാർ, എല്ലാ മദ്രസയിലും പോകുന്ന മുഫത്തിഷുമാരുടെ കണക്കും ഇതോടൊപ്പം തുല്യൻ. ഞാൻ ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. തർക്കിക്കാം, പക്ഷെ സ്ഥാപിക്കാൻ സമസ്ത എന്നും തയ്യാറാണ്. മറിച്ചു സ്ഥാപിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ വെല്ലുവിളി സമസ്ത എന്നും തയ്യാറാണ്. അപ്പൊ ഞാനിത് പറയുന്നത് കേവലം വീരവാദത്തിന് വേണ്ടിയല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പുരോഗതിയുടെ അടിസ്ഥാനം മദ്രസയാണ് എന്ന് പറഞ്ഞാൽ, ഈ മദ്രസയിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 9950 മദ്രസകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ 12 ലക്ഷം ഉണ്ടെങ്കിൽ അതാണല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പരിപ്രേക്ഷ്യം. അവർ വിദ്യാഭ്യാസത്തിൽ പിന്തിരിപ്പന്മാരാണെങ്കിൽ, പഠിക്കണ്ട എന്ന് പറഞ്ഞവരാണെങ്കിൽ, അങ്ങനെ പഠിക്കാതെ മുരടിക്കുന്ന സമൂഹം കേരളത്തിൽ ഈ മദ്രസയിൽ നിന്നുകൊണ്ട് വളരുന്ന വിദ്യാർത്ഥികളാകുക വഴി 95% പോവട്ടെ 90% മുസ്ലിമീങ്ങളും വിദ്യാഭ്യാസത്തോട് ഗോബേക്ക് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പശ്ചിമ ബംഗാളായിരുന്നു കേരളത്തിന്റെ മുമ്പിൽ വിദ്യാഭ്യാസ രംഗത്ത് പോവേണ്ടത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഗുജറാത്ത് ആയിരുന്നു കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കേരളത്തെക്കാൾ മുമ്പിൽ പോകേണ്ടത്. മഹാരാഷ്ട്രയായിരുന്നു കേരളത്തെക്കാൾ മുമ്പിൽ പോകേണ്ടത്. പക്ഷെ അങ്ങനെ പറയാതെയും പറയേണ്ടത് കൃത്യമായി പഠിക്കണമെന്ന ബോധം മദ്രസകൾ വഴി ഭൗതികപരമായി കൂടി ചിന്തിക്കാൻ പഠിച്ചതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഉജ്ജ്വലമായി. സർവകലാശാലകളുണ്ടെന്ന്. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പുറത്തിറങ്ങുന്ന ഹുദവിമാർ, ആ ഹുദവിമാർ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഉജ്ജ്വലമായ കീ പോസ്റ്റുകളിൽ മുഴുവനും അവർ ഇന്ന് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. എവിടെയാ അവർ എത്തിപ്പെടാത്ത മേഖല? ഇന്ന് കേരളത്തിലെ സുപ്രഭാതം പത്രത്തിൽ ഇന്ത്യൻ നാഷണൽ പേജ് ഇന്ന് എല്ലാ പത്രത്തെക്കാളും മികച്ചു നിൽക്കുന്നു. ഇതെന്റെ അഭിപ്രായം മാത്രമല്ല, ഇതാരും സമ്മതിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് സുപ്രഭാതത്തിന്റെ ഒരു ബുദ്ധിജീവികളുടെ
സുപ്രഭാതം വിളിച്ചു കൂട്ടിയൊരു യോഗം നടന്നു. ബുദ്ധിജീവികൾ എന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാർ കുറെ എണ്ണത്തിന്റെ യോഗം വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്റർനാഷണൽ ഡെസ്ക് നമ്പർ 1 ആണ് സുപ്രഭാതം. പറഞ്ഞതാരാ? പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ, സിദ്ദിഖ് ചന്ദ്രനും അതേപോലെ തന്നെ BJPയുടെ ശ്രീധരൻപിള്ള അടക്കമുള്ളവർ പറയുന്നു, ഇന്റർനാഷണൽ പേജ് മനോരമയെക്കാളും മാതൃഭൂമിയെക്കാളും മാധ്യമത്തെക്കാളും സുപ്രഭാതമാണ് നമ്പർ 1. അതെ, കാരണം എന്താ? അൽ ജസീറയിൽ വർക്ക് ചെയ്യുന്ന 3 ഹുദവിമാർ, ഫൈസൽ ഹുദവി അടക്കമുള്ള അൽ ജസീറയുടെ ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ലൈവായി സുപ്രഭാതത്തിന് അറിവ് തന്നുകൊണ്ടിരിക്കുന്നു. അതുവഴി സുപ്രഭാതം ഇന്റർനാഷണൽ ഡെസ്ക് കുറ്റമറ്റതാണ്. അപ്പൊ ഹുദവിമാരാണ് അതിന്റെ പിന്നിൽ. ഇന്നവിടെ ദക്ഷിണാഫ്രിക്കയിൽ തുടങ്ങി ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അതത് രാജ്യത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തോടു കൂടി തന്നെ വിവിധ മേഖലകളിൽ ദേവാപ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഹുദവിമാരാണ്. മഹാനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ ധീരരായ ശിഷ്യന്മാർ, അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. സമസ്തക്കാർ പഞ്ചന്മാരാ, സമസ്തയുടെ ആലിമ്യങ്ങൾ പഞ്ചന്മാരാ. പക്ഷെ ഈ പഞ്ചന്മാരിലെ നല്ല നവോത്ഥാനം വിരിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ആരുടേതാണ് വിരിഞ്ഞത്? നമുക്കറിയാം, മഹാനായ അത്തിപ്പത്ത് ഉസ്താദ് ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അത്തിപ്പത്ത് ഉസ്താദിന്റെ കൂടെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ മുസ്ലിം ജീവിതത്തിൽ ഒരിക്കലും അത് മറന്നുപോകില്ല. കാരണം റസൂലുള്ളാഹിയുടെ കൂടെ സ്വഹാബത്ത് എങ്ങനെ ഇരുന്നോ അപ്രകാരം അത്തിപ്പത്ത് ഉസ്താദിന്റെ കൂടെ ഇരിക്കാൻ കഴിയണം. ഒരു മണി വറ്റ് പുറത്തു വീണാൽ അത് എടുത്തുകൊണ്ട് കഴുകി കഴിക്കണം, അത് ബർക്കത്തുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പത്ത് ഉസ്താദ്. കണ്ടാൽ ചേലും കോലും പഴഞ്ചനാണ്, സ്വഭാവ രീതികളും പെരുമാറ്റങ്ങളും പൈതൃകമാണ്, പഴമതയുടേതാണ്. ആ യാഥാർത്ഥിക പണ്ഡിതനിൽ നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് സ്കൂളുകൾക്ക് പോലും കരിക്കുലം കൊടുക്കുന്ന അല്ലൈൻ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഉജ്ജ്വലമായ വിദ്യാഭ്യാസ കേന്ദ്രം മുട്ടിട്ട് വിരിഞ്ഞത് ബഹുമാനപ്പെട്ട അത്തിപ്പത്ത് ഉസ്താദിന്റെ മനസ്സിലാണ്. ആ പഴമക്കാരൻ്റെയിലാണ് പുരോഗമനവാദം ഉണ്ടായത്. അത്തിപ്പത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ അങ്ങനെയാ, പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പഴമക്കാരനാണ്. പക്ഷെ വലിയ പുരോഗതി ചിന്ത അദ്ദേഹത്തിന് മുമ്പുണ്ട്. കാരണം രണ്ടും ഒരുമിച്ച് കൂടിയത് സമസ്തയിലാണ്. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വറഇന്റെ വിശാലത പ്രപഞ്ചവും ചാറിയകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പരിഷ്കരണത്തിന്റെ ഉജ്ജ്വലമായ തേരോട്ടവും രണ്ടും സമസ്തയുടെ ആലിമ്യങ്ങളിൽ കാണാം. ഏറ്റവും വലിയ പഴഞ്ചനായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട CH ഐദറൂസ് മുസ്ലിയാർ കണ്ടാ ചേലും പോലും പഴമക്കാരനാണ്. ആ CH ഐദറൂസ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയും ഒമറാക്കലിൽ വലിയുണ്ടെങ്കിൽ അത് ബാപ്പുട്ടി ഹാജിയാണ് എന്ന് പറയാൻ മാത്രം സൂക്ഷ്മാലുവായ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി പഴമക്കാരനാണ്. ഒരു യോഗത്തിൽ ചായ കുടിച്ചാൽ ആ ചായയുടെ 50 പൈസ അല്ലെങ്കിൽ 25 പൈസ അന്ന് പെട്ടിയിലിട്ട് അത് ഹലാലാക്കുന്ന ബഹുമാനപ്പെട്ട മഹാനുഭാവനാകുന്നു പ്രിയങ്കരനായ CH ഐദറൂസ് മുസ്ലിയാരും അതേപോലെ തന്നെ ബാപ്പുട്ടി ഹാജിയും. ആ 2 പഴമക്കാരിൽ നിന്നുകൊണ്ടാണ് ദാറുൽ ഹുദ വിരിഞ്ഞത്. ദാറുൽ ഹുദ എന്താകണമെന്ന് അന്ന് അവർ പറഞ്ഞു വെച്ചു പോയിട്ടുണ്ട്. ദാറുൽ ഹുദ എന്താവണം ഒരു ഹുദവിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അവരാണ്. കാരണം ഇന്ന് ചില പ്രസംഗികന്മാരായ ആളുകൾ രംഗത്ത് വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിത രീതിയോട് ചേർത്ത് വെക്കുന്ന സമയത്ത് അത് കുറച്ച് കയ്പാണ്. എന്നാൽ പ്രസംഗിക്കുന്ന പ്രസംഗം ജീവിതത്തോട് ചേർത്ത് വെച്ച വിനയാന്വിതരായ ആളുകൾ ഹുദവിമാരാണ്. ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവിയും മുസ്തഫ ഹുദവി ആക്കൂടും തുടങ്ങിയ ഹുദവിമാർ ജീവിതവുമായി ചേർത്ത് വെച്ചാൽ അവരുടെ പറയുന്നതും അവരുടെ ജീവിതവും ഒരുപോലെയാണ്. അത് CH ഐദറൂസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹാജിയും പകർന്നു കൊടുത്തതാണ്. അത് ഇൽമിന്റെ നിറകുടമായി ഒഴുകി തീർന്നത് ബഹുമാനപ്പെട്ട മഹാനാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തവ്വലല്ലാഹു അംറഹു മഹാനവറുകളിൽ നിന്നുകൊണ്ടാണ്. അവർ പോരായ്മക്കാരാണ്. അത് മുമ്പ് ആക്ഷേപിച്ച് ഇന്ന് ചില വിഘടിതരായ ആളുകൾ സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് നേരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ നിങ്ങളുടെ ആലിമ്യങ്ങൾ ആരാൻ? അങ്ങാടിയിൽ ചന്തയിൽ മീൻ വാങ്ങാൻ പോകുന്ന ജനറൽ സെക്രട്ടറി, ചെരുപ്പ് പോകേണ്ട വാറ് പൊട്ടിയാൽ തുന്നാൻ വേണ്ടി ചെരുപ്പ് കുത്തിക്കാരനെ ചെരുപ്പ് മൂരി കാണാൻ പോകുന്ന പ്രസിഡന്റ്. ഇതെന്ത്? ഇത് ഞങ്ങളെ പോലെ ഒരാളല്ലേ? ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് നമ്മുടെ കൂട്ടത്തിലെ താഴെത്തട്ടിലുള്ള ആളല്ലേ? ഇതാണോ ഒരു ആലിമിന്റെ യോഗ്യത? ആക്ഷേപിക്കുന്ന ആളുകൾ പറയുന്ന ആളാവണമെന്നുണ്ടെങ്കിൽ വലിയ ആർഭാടമുള്ള കാറിൽ സഞ്ചരിക്കുന്നതാവണം, നേതാവിന് തിരക്കുണ്ടാവണ്ടേ, പ്രൗഢമായി അദ്ദേഹത്തിന്റെ ആഡംബരത്തോടുള്ള ജീവിതം അദ്ദേഹത്തിന് വേണം, വലിയ പവറുള്ള കാറ്, വലിയ ഏറ്റവും നല്ല മുന്തിയ മൊബൈൽ ഫോൺ, ഏറ്റവും നല്ല തേച്ചു മിനുക്കി നന്നായി
മിന്നുന്ന ഡ്രസ്സ്, ഇതൊക്കെയല്ലേ ഇത് വേണ്ടേ? ഇതല്ലേ ആലിം, ഇതല്ലേ നേതാവിന്റെ പ്രൗഢി, ഇതല്ലേ നേതാവ്? എവിടെ പോകേണ്ട നരേന്ദ്രമോദിയെ കാണണ്ടേ? എത്രയാളെ കാണണം? അമേരിക്കയിൽ പോകണം, റഷ്യയിൽ പോകണം. അതൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചന്തയിൽ മീൻ വാങ്ങാൻ പോകുന്ന സാധാരണക്കാരനെ എങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയുമാക്കും എന്ന് ആക്ഷേപിക്കുന്നവരുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആന്റെ പച്ചയുള്ള ലംഘനമാണ്. വിശുദ്ധ ഖുർആനിൽ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ആ ജനത അന്ന് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സാധാരണക്കാരൻ, അങ്ങാടിയിൽ വന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇടപെടുന്ന ജോലി ചെയ്യുന്ന ആള്, അതല്ലേ ഷുഐബ്, അതല്ലേ ഹൂദ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പ്രവാചകന്മാരെ താഴെ തട്ടിൽ നിന്നുകൊണ്ട് പിറവികൊണ്ടവരായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ജനത ആക്ഷേപിച്ചിരുന്നെങ്കിൽ ആ ആക്ഷേപം തന്നെയാണ് പ്രവാചകരുടെ പിന്മുറക്കാരായ മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളെ കുറിച്ച് ഇന്ന് ശത്രുപക്ഷം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനായ ആളല്ലേ നിങ്ങളുടെ ആലിം എന്ന് ആക്ഷേപിക്കുന്നുണ്ട്. ആ ആക്ഷേപം സുന്നത്ത് ജമാഅത്തിന് തിലകക്കുറിയാണ്. ആ അധിക്ഷേപം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഏറ്റവും നല്ലൊരു കിരീടമാണ്. നെഞ്ച് വിരിച്ച് നമ്മളത് സ്വീകരിക്കുന്നു. കാരണം അവരവർ വളർത്തിയൊരു വിദ്യാഭ്യാസ മേഖല വലുതാണ്. ദാറുൽ ഹുദ ഞാൻ പറഞ്ഞു. ഇനി വേണ്ട, എഞ്ചിനീയറിംഗ് കോളേജ് ഏറ്റവും നല്ല കുറ്റമറ്റ രൂപത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞു, ധാർമ്മികപരമായി എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് സമസ്ത മാത്രമാണ്, പട്ടിക്കാട് MEA എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് പല പല പേരിട്ടും ഫീസ് പിരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ കമ്പോളവൽക്കരിച്ച ലോകത്ത് ഗവൺമെന്റ് അംഗീകൃത ഫീസ് മാത്രം വാങ്ങി കുറ്റമറ്റ രൂപത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജ് സമസ്തയുടേതാണ്. ചെറിയ കാര്യമല്ല. അതിന്റെ വരുമാനം തന്നെ മതി. ആ വരുമാനം കൊണ്ട് ഇന്ന് സ്വകാര്യ മേഖലയിൽ സ്വകാര്യ തമ്പുരാക്കന്മാരുടെ കീശയും കുമ്പയും വീർപ്പിക്കുകയല്ല, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു സമസ്ത. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡുകൾ ദത്തെടുത്ത് ശീതീകരിച്ചു കൊടുത്തു സമസ്ത MEA എഞ്ചിനീയറിംഗ് കോളേജിന്റെ വരുമാനം കൊണ്ട്. ജില്ലാ കളക്ടറായിരുന്ന സലീം അവസാനമായി പറഞ്ഞു, അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസത്തിൽ, ഇതുവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദത്തെടുത്ത് സൗകര്യപ്രദമായി തുറന്നു തന്നിരുന്ന 1-ാം സ്ഥാനം മലയാള മനോരമക്കായിരുന്നെങ്കിൽ ഇന്നു മുതൽ ആ 1-ാം സ്ഥാനം സമസ്തക്ക് അവകാശപ്പെട്ടു എന്ന് സലീം. അപ്പൊ വിദ്യാഭ്യാസ രംഗം ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. അന്നല്ലാതെ കുംഭ ഉറപ്പിക്കാനും കീശ ഉറപ്പിക്കാനും ബാങ്ക് ബാലൻസ് കൂട്ടാനുമുള്ള സ്വകാര്യവൽക്കരിക്കപ്പെടേണ്ടതല്ല സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സമസ്തയാണ്. 2 ജില്ലാ കളക്ടർമാർ ചെറിയ കാര്യമല്ല, SKSS വളർത്തിയതാണ്. ജില്ലാ കളക്ടർമാർ, ആ ജില്ലാ കളക്ടർമാർ IAS-കാരാണ്. ആ IAS-കാരെ കേരളത്തിന് സമർപ്പിച്ചത്, ഇന്ത്യ രാജ്യത്തിന് സമർപ്പിച്ചത് SKSSF ആണ്. ആർക്കത് അവകാശപ്പെടാൻ കഴിയും? IAS എന്ന് പറഞ്ഞ ചെറിയ ചില്ലറ കാര്യമാണോ? തെരുവിൽ നിന്നുകൊണ്ട് വളർന്ന് മാതാപിതാവ് മരണപ്പെട്ട യത്തീമായി വളർന്ന പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് എന്ന വാഴക്കാട്ടുകാരൻ ഇന്നൊരു ജില്ലാ കളക്ടറാണ്, SKSF-കാരനാണ്. മറ്റു 2 ആളെ ജാഫർ സ്വാദിഖും അബൂബക്കർ സിദ്ദീഖിനെയും മസ്കത്ത് സുന്നി സെന്റർ ദത്തെടുത്തുകൊണ്ട് വളർത്തി. അവരും ഇന്ന് IAS-കാരാൻ 2 ജില്ല ഭരിച്ചുകൊണ്ടിരിക്കുന്ന കളക്ടർമാരാണ്. SKSF-ന്റെ ട്രെൻഡിലൂടെ ഇപ്പോഴും നിരവധി ആളുകൾ IAS-ന്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഞ്ചേരിക്കടുത്ത് പന്തലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടി, 4 പെൺകുട്ടികളാണ്. ആ 4 പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടി +2 കഴിഞ്ഞു. അവൾ SSLC അക്കാലഘട്ടത്തിൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി, +2 റാങ്കോടെ പാസ്സായി. തുടർന്ന് പഠിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവർക്കൊരു സെലക്ഷൻ കിട്ടി തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ. പക്ഷെ ഗവൺമെന്റ് അംഗീകൃത ഫീസ് തന്നെ, ഹോസ്റ്റൽ ഫീസും അവിടെ യൂണിഫോമും മറ്റു പഠനോപകരണങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ 5 ലക്ഷം രൂപ കൊടുക്കണം 4 കൊല്ലത്തെ കോഴ്സിന്. ഈ കുട്ടി എന്ത് ചെയ്യും? അപ്പൊ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പല ആളുകളോടും അവർ പറഞ്ഞു. അപ്പൊ കുട്ടികളുടെ മുമ്പിൽ തന്നെ കുട്ടി നാളായി, ഞാൻ ആരാണ് എന്ന രൂപത്തിൽ ആ കുട്ടി. പക്ഷേ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് പിതാവിനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, ഉപ്പ കിടപ്പിലാണ്, മോളെ 5 നയ പൈസ ഇല്ല, അല്ലെങ്കിലും നീ +2 വരെങ്കിലും പഠിച്ചില്ലേ, നിന്റെ അനിയത്തിമാരും കൂടി നിന്നെ പോലെ +2 എങ്കിലും എത്തട്ടെ, അതുകൊണ്ട് നിന്റെ ഉമ്മയുടെ കൂടെ ആരാന്റെ അടുക്കളയിൽ ചെന്ന് പ്ലേറ്റ് മുറിക്കോ, അടിക്കാട്ടെടുത്തോ, എങ്കിൽ നിന്റെ അനിയത്തിമാരെ കൂടി നിനക്ക് പഠിപ്പിക്കാം, മോളിനി അതിനപ്പുറം പഠിക്കണ്ട. പക്ഷെ കുട്ടി കരയാൻ തുടങ്ങി.
അവസാനം ആ കരച്ചിൽ SKSSFന്റെ പന്തലൂർ യൂണിറ്റ് കണ്ണീരിൽ ചാലിച്ചൊരു കത്തുമായി SKSFന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു. ആ കത്ത് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഞാൻ വിളിച്ചുകൊണ്ട് ചോദിച്ചു, തങ്ങളെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ അജണ്ട സെക്രട്ടേറിയറ്റിൽ ആദ്യത്തെ അജണ്ട അതാക്കിക്കൂടെ എന്ന് ചോദിച്ചു. തങ്ങളെ പറഞ്ഞു നിർബന്ധമായും മറ്റെല്ലാ അജണ്ടയും മാറ്റിവെച്ച് ആദ്യം നമുക്കത് ചർച്ച ചെയ്യാം. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എവിടെ നിന്ന് കിട്ടും പൈസ? അവസാനം അബുദാബി SKSSFന്റെ ഘടകത്തിന്, മലപ്പുറം ജില്ലാ അബുദാബി SKSSFന്റെ ഘടകത്തിന് ഞങ്ങൾ വിളിച്ചു. തങ്ങൾ വിളിച്ചു. അന്നും അള്ളാന്റെ ഭാഗ്യത്തിന് അവിടെ യോഗം നടക്കുകയാണ് അബുദാബിയിൽ. അവർ പറഞ്ഞു, തങ്ങളെ ഒരു അരമണിക്കൂറോടെ ഞങ്ങൾ തിരിച്ചു വിളിക്കാം. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. 5 ലക്ഷം രൂപ ഞങ്ങൾ ഏറ്റു. പിറ്റേന്ന് ആ കുടുംബത്തിന്റെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അക്കൗണ്ടിൽ പണം എത്തി. ആ കുട്ടി ഏറ്റെടുത്തു. ആ പെൺകുട്ടി ഇന്ന് ഒരു MBBS ഡോക്ടറാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു മാത്രം. ഇവിടെ വിദ്യാഭ്യാസം നടത്തിയിട്ട് പണമുണ്ടാക്കാനുള്ള മേഖല തേടിപ്പിടിക്കുമ്പോഴും അതിന്റെ ഷോർട്ട് ഫോമും ബൈപ്പാസും തേടിക്കൊണ്ടു പോകുമ്പോഴും വിദ്യാഭ്യാസം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ക്രിയാത്മകമായി പഠിപ്പിച്ചു തന്ന പ്രസ്ഥാനമാകുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എല്ലാ രംഗത്തും സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എണ്ണിയാൽ ഇന്ന് തീരൂല. അപ്പൊ അത് ഏത് രംഗത്തും നമ്മൾ ഇന്ന് സമൂഹത്തിന് മുമ്പിൽ 90 ആണ്ട് പൂർത്തിയാകുന്ന സമസ്ത ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗം ഇന്ത്യൻ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നിലപാടുകളിലും സമസ്തയുടെ നിലപാടാണ് ഇന്ന് ശരിവെച്ചിട്ടുള്ളത്. മറ്റൊരു സംഘടനയുടേതുമല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 കൊല്ലത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ യഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പണ്ടേ പറഞ്ഞൊരു നിലപാടുണ്ട്. പൊതു വിഷയത്തിൽ നമ്മൾ ഒന്നാണ്. അത് അന്ന് ചില ആളുകൾക്ക് ദഹിച്ചില്ല. ഇന്ന് ചില ആളുകൾ തർക്കീടില്ല എന്നതിലേക്കാ. പക്ഷെ ആവാൻ പാടുപെടുകയാണ്. പക്ഷെ മഹാനായ ശംസുൽ ഉലമയുടെ കാഴ്ചപ്പാട് എത്രമാത്രം വിശാലമാണ്. ഇൻഷാ അല്ലാഹ് ശംസുൽ ഉലമ എന്ന ബഹുമുഖ പ്രതിഭയെ സുന്നി യുവജന സംഘം കോഴിക്കോട്ട് അടുത്ത 2016 ജനുവരി 30 ഒരു സെമിനാർ, അന്താരാഷ്ട്ര സെമിനാർ നടത്തി സമർപ്പിക്കുകയാണ്. ശംസുൽ ഉലമയുടെ ലോകം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാട്ടിൽ നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരണം. പരമാവധി ആ സെമിനാറിൽ പങ്കെടുക്കണം. ശംസുൽ ഉലമയുടെ 10ഓളം പ്രബന്ധങ്ങൾ, ശംസുൽ ഉലമയെ പറ്റി മറ്റുള്ളവർ പറയുന്ന 10ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. ഒരുപാട് ഭാഗത്തെ പറ്റി ശംസുൽ ഉലമ ഖാദിയാനികളുടെ നിലപാട് എന്താണ്, ശംസുൽ ഉലമയുടെ ബിദഅത്തുകാരോടുള്ള നിലപാട് എന്താണ്, മിഷനറികളുടെ നിലപാട് എന്താണ്, രാഷ്ട്രീയത്തോടുള്ള നിലപാട് എന്താണ്, രാജ്യത്തോടുള്ള നിലപാട് എന്താണ് എന്ന് തുടങ്ങി ശംസുൽ ഉലമയുടെ ഓരോ കാഴ്ചപ്പാടും അതാണ് കാലം പിന്നെ തെളിയിച്ചത്. അതായിരുന്നു പിന്നെ നിലപാടുകൾ വന്നത്. ആ നിലപാടുകളെ ഇന്നത്തെ തലമുറക്ക് പകർന്നു കൊടുക്കാനും അതിന്റെ കാലിക പ്രസക്തി അവതരിപ്പിക്കുന്ന സെമിനാറാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ആ നിലപാട് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് കാക്കുന്നതിൽ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെ നിലപാട് എന്നും ജാജല്യമാനമാണ്. ഇന്നും സമസ്ത പറഞ്ഞല്ലോ, ഒരളവോളം വിട്ടുവീഴ്ചക്ക് സമസ്ത തയ്യാറല്ല. ഇന്ന് ഗർവാപശി പറഞ്ഞ് വിരട്ടുന്നു സമുദായത്തെ. മറുഭാഗത്ത് നിലവിളക്കിന്റെ പേരിൽ വിഭ്രാന്തി കൊണ്ടുകൊണ്ട് സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നു. ഇതിലൊക്കെ സമസ്തക്ക് കാഴ്ചപ്പാടുണ്ട്. ഞാൻ വിശദമായി ഓരോന്നിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിളക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ നിലവിളക്ക് ശിർക്കാൻ. അത് ഹലാലാണെന്ന് ആര് വാദമുഖം കൊണ്ടുവന്നാലും അന്ന് പള്ളിക്ക് പുറത്താണ്. അത് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നാലും ശരി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വില കൽപ്പിക്കുന്നത് ആശയത്തിനാണ്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കാൻ ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ അത് ആശയം നോക്കിയിട്ടാണ് പുറത്താക്കുക. ആശയം വേറിട്ടതാണ് പുറത്ത്. പിന്നെ അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് മാറിയാൽ വരാം. ഖിയാമത്ത് നാൾ വരെ പുറത്താവണം എന്ന് ആഗ്രഹവുമില്ല. അങ്ങനാണല്ലോ സംഭവിക്കുന്നത്, അങ്ങനാണല്ലോ സംഭവിക്കേണ്ടതും. അതുകൊണ്ട് ആർക്കും വരാം. റഹ്മത്തുള്ളാഹി ഖാസിബിയ സമസ്ത ഇടക്കാലത്ത് വെച്ചുകൊണ്ട് മാറ്റി നിർത്തി. പക്ഷെ അദ്ദേഹത്തിന് തോന്നി സമസ്ത അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പരസ്യമായി അദ്ദേഹം നിലപാടുകൾ മാറി വന്നപ്പോൾ അദ്ദേഹത്തിന് കടന്നു വരാൻ സാധിച്ചു. ഞാനിത് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആശയത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിലയാണ്. ആ നിലപാടുകളെ സമസ്തയാണ് സമൂഹത്തോട് സമർപ്പിക്കുന്നത്. നിലവിളക്കിന്റെ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തുകൊണ്ടത് പറയുന്നു? കാരണം ഇന്ന് നമ്മുടെ കേരളക്കരയിലല്ല, ഇന്ത്യ രാജ്യത്ത് ആർഷഭാരത സംസ്കാരത്തിന്റെ ആര്യവൽക്കരണം എല്ലാ മേഖലയും നടത്തുമ്പോൾ വേറിട്ടത് മുസ്ലിം ലീഗ് മാത്രമാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലും മുസ്ലിം സമുദായം മതത്തിലും
ആര്യവൽക്കരണത്തിന് കൂട്ടുനിന്നില്ല എന്നത് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടാണ്. എന്താ ആര്യവൽക്കരണം? ഞാൻ വിശദീകരിക്കല്ല. ഹിന്ദു എന്നതിൽ ഒരു ആര്യമുഖമുണ്ട്. ഹിന്ദു എന്നതിൽ ആര്യമുഖമുണ്ട്. മതമുള്ളവനും ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും ഒന്നിലധികം ദൈവമുള്ളതുമൊക്കെ ഹിന്ദുവാണ്. പക്ഷെ ഹിന്ദുവിലൊരു ആര്യമുഖമുണ്ട്. ആ ആര്യമുഖമാണ് ബുദ്ധമതത്തെ പിടിച്ചടക്കിയത്. ബുദ്ധമത ഭിക്ഷുക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് ബുദ്ധവിഹാരങ്ങൾ പിടിച്ചടക്കി ക്ഷേത്രമാക്കി മാറ്റിയ ആര്യാഢ്യത്വം ഒരു കാലത്ത് ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ജൈന മതങ്ങളെ ഭയപ്പെടുത്തിയും കൊന്നൊടുക്കിയും കൊണ്ട് ആര്യന്റെ ആഢ്യത്വം ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന എഴുന്നള്ളിപ്പ്, ആ എഴുന്നള്ളിപ്പ് ഏതാണ്? അത് ബുദ്ധനെ കൊന്ന് അവന്റെ തലയോട്ടി പ്രതിഷ്ഠിച്ചു വെച്ചതിന്റെ പുനരാവിഷ്കരണമാണ്. അതിന് ചരിത്രമതാണ്, പിൻബലമതാണ്. ഹിന്ദുവിന്റെ എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ വാളേന്തിയ പ്രകടനങ്ങളും ഗജകേശ്വരികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാദ്യമേളകളുള്ള പ്രകടനങ്ങളും ഒക്കെ ഒരർത്ഥത്തിൽ അത് ചിന്തിക്കുന്ന സമയത്ത് അത് ആര്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. അത് ബുദ്ധനെയും ജൈനനെയും അന്ന് കൊന്നതിന്റെ പ്രതീകാത്മകമായി ഇന്നും തുടരുകയാണ്. പിന്നെയും തുടർന്നു ചരിത്രം. ക്രിസ്തുമതം വന്നപ്പോൾ ക്രിസ്തുമതം ആര്യവൽക്കരിക്കപ്പെട്ടു. റോമിന്റെ ക്രിസ്തുമതം ഇന്ന് കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. ചെണ്ട കൊട്ടലുകളും അതേപോലെ തന്നെ നിലവിളക്ക് കൊളുത്തലുകളും തുടങ്ങിയ എല്ലാ പുഷ്പാർച്ചന പോലും ഇന്ന് ക്രിസ്തു നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വേറിട്ട് നിൽക്കുന്ന ഇസ്ലാം. രാഷ്ട്രീയ പാർട്ടികളാവട്ടെ പുഷ്പാർച്ചന നടത്തിയിട്ടും രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ടുമാണ് അവരുടെ ആണ്ടും രക്തസാക്ഷി ദിനവും ആചരിക്കുന്നത്. അതെല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ആര്യന്റെ ചിഹ്നമാണ്. ഇതാരാ കൊണ്ടുവന്നത്? ഇതെങ്ങനെ മറ്റുള്ള പാർട്ടികളിലേക്ക് കൊണ്ടുവന്നു? വലിയ ഫാസിസ്റ്റ് വിരോധം പറയുന്ന സാക്ഷാൽ ഒരു നേതാവ് വി പി സിംഗ് പോലും അദ്ദേഹത്തിന്റെ മറ്റൊരു യാത്ര നടത്തിയത് സോമനാഥ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടാണ്. സോമനാഥ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് ആരംഭിക്കേണ്ടതിന്റെ ചിന്ത എന്താ? ആര്യവൽക്കരണത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതില്ലാതെ പോയത് മുസ്ലിം സമുദായമാണ്, രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗുമാണ്. അതുകൊണ്ട് നിലവിളക്ക് ഇസ്ലാമിക വിരുദ്ധം തന്നെയാണ്. ഈ നിലവിളക്ക് ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല. അതിന് ഒരു ഭാഗം വിഷ്ണുവിനെയും മറ്റൊരു ഭാഗത്ത് ശിവനെയും ദേവനെയും പ്രതിഷ്ഠിക്കുന്ന ലോകത്തിന്റെ 3.25 ദൈവങ്ങളുടെയും 3 ദൈവങ്ങളിൽ അധികാരം കൊടുത്ത ആ 3നെയും ഒന്നായി സമർപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാകുന്നു നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ ഹോൾസെയിലാ നിലവിളക്ക് എന്നർത്ഥം. എല്ലാം കൂടി അതിൽ ഉണ്ടാവും. 3.25 ദൈവങ്ങൾ, അതും കൂടി 3 എണ്ണത്തിലേക്ക് സമ്മിശ്രമായി വരും. ഈ 3 ദൈവങ്ങളെയും വിഷ്ണുവിനെയും ശിവനെയും അടക്കമുള്ള 3 ദൈവങ്ങളെയും ഒരുമിച്ച് കാണിക്കുന്ന പ്രതീകാത്മകമാണ് നിലവിളക്ക്. അതുകൊണ്ട് നിലവിളക്ക് ഷിർക്കിന്റെ ഹോൾസെയിലാണ്, പാടില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ആ നിയ്യത്തില്ലാതെ ചെയ്യാമോ എന്ന്. പശുവിനെ ദൈവമായി ആരാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് പശുവിന്റെ പാല് കുടിക്കാതിരിക്കാൻ പറ്റുമോ? പശുവിന്റെ പാല് കുടിക്കുന്നതല്ല, പശുവിനെ ആരാധിക്കുന്ന ആളുകൾ ഒരു വീടിന്റെ ഉദ്ഘാടനത്തിന് പശുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ വണങ്ങി വീടിന്റെ ഉദ്ഘാടനം നടത്തിയാൽ അത് ശിർക്കാണ്. അതിനെ പാല് കുടിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് നിലവിളക്കിനെ വിളക്കായിക്കൊണ്ട് കരുതുന്ന കാലഘട്ടത്തിൽ അത് സുന്നികളുടെ പള്ളികളിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നു. അത് ചില ഭാഗത്ത് എടുത്തു മാറ്റാതിരിക്കാനുള്ള കാരണം അന്ന് വിളക്കായി ഉപയോഗിച്ചു. അതുകൊണ്ടാണ് പൊന്നാനിയിലും അതുപോലെ തന്നെ ചേരമാ പെരുമാളിന്റെയും ഒക്കെ രൂപത്തിൽ അത് കാണുന്നത്. അത് വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് പിന്നെ വിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു. അത് വിളക്കാൻ, നിലവിളക്കല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കൂട്ടമല്ല വാപ്പ മുസ്ലിയാർ പറഞ്ഞത്, വിരോധം വിളക്കിനോടല്ല ആശയത്തോടാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഗർവാപശി നടക്കുന്നു. മുസ്ലിം സമുദായത്തെ ക്രമേണ ഗർവാപശിയിലേക്ക് നടത്തുന്നു. കാരണം മുസ്ലിം സമുദായത്തിന് ആ ഗർവാപശി ഭയപ്പെടേണ്ട യാതൊന്നുമില്ല. കാരണം കേരളത്തിൽ മുസ്ലിം സമുദായം ഇന്ത്യ രാജ്യത്തിന്റെ തറവാട് എവിടേക്കാ ചെന്നെത്തുന്നത്? ഗർവാപശി പറയുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ മുമ്പ് വന്നു എന്നത് ആലോചിക്കേണ്ടതാണ്. എന്റെ സമയം അതിക്രമിച്ചു, ഞാൻ വളരെ ചുരുക്കുകയാണ്. ഗർവാപശി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഏതാ വീട്? അന്ന് ആ വീട് വിട്ടിറങ്ങി പോകേണ്ടത് എന്താ? ഞാനൊരിക്കലൊരു TV അഭിമുഖത്തിൽ ആ ഭാഗത്ത് അപ്പുറത്ത് RSSകാർ നിൽക്കുന്നു, സവർണനാണ്. ഗർവാപശിയുടെ തർക്കാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഗർവാപശി ആവാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിലേക്ക് വരാം. സാങ്കല്പിക ചോദ്യമാണ്. ഗർവാപശി ആവാം, ഞങ്ങൾ മടങ്ങി വരാം തറവാട്. ഏത് ബർത്താണ് അവിടെ ഒഴിവുള്ളതെന്ന് ചോദിച്ചു. അത് ചോദ്യമാണ്. ഏത് ബർത്താണ് ഒഴിവുള്ളത്? എനിക്കൊരു ബ്രാഹ്മണനായി കുറച്ച് ദിവസം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു.
പക്ഷെ അയാൾ മറുപടി അതിന് പറയില്ല, മറുപടി വേറെ രൂപത്തിലൂടെ പറഞ്ഞു നോക്കി. എനിക്ക് നമ്പൂരിയാകണമെന്ന മോഹമുണ്ട്, നടക്കുമോ? ഹിന്ദുക്കളിൽ 4 വിഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടപ്പോൾ അടിച്ചമർത്തപ്പെട്ട ദരിദ്രരായ ആളുകളായ ദളിതുകാരുടെ പുനരാവിഷ്കരണമാണ് ഇസ്ലാം മതം ഉയർത്തുവന്നത് ഇന്ത്യ രാജ്യത്ത്. അങ്ങനാണല്ലോ പ്രഗത്ഭനായ തോമസ് ആൽവ തന്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞത്, കൊച്ചിൻ സ്റ്റേറ്റ് മാനവരായ പുസ്തകത്തിൽ സി അച്യുത മേനോൻ പറഞ്ഞത്. ദളിതുകാരായ ആളുകൾ, അധികൃതരായ ആളുകൾ, പുലയന്മാരായ ആളുകൾ, ചൊർമന്മാരായ ആളുകൾ, തീയവർഗത്തിൽപ്പെട്ട ഈ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ അവകാശമില്ലാത്തപ്പോൾ അവർക്ക് ജീവിതത്തിന്റെ സ്വതന്ത്രമായി ആസ്വദിക്കാൻ അവസരം കൊടുത്തത് ഇസ്ലാമാണ്. മടങ്ങി വന്നാൽ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരു സുന്നിക്ക് വേണമെങ്കിൽ നാളെ മുജാഹിദാവാം, ഒരു മുജാഹിദിന് വേണമെങ്കിൽ പിന്നെ ജമാഅത്താവാം, ഒരു ജമാഅത്തുകാരന് വേണമെങ്കിൽ പിന്നെ സുന്നിയാവാം. ആർക്കും തടസ്സമല്ല. അവരുടെ ആഖിബത്തും ആശയകാര്യങ്ങളും തീരുമാനിക്കപ്പെടേണ്ടത് വേറെയാണ്. പക്ഷെ തടസ്സമില്ലല്ലോ. ഒരാൾ മുജാഹിദ് രാജ്യത്ത് സുന്നിയിലേക്ക് വന്നാൽ വരണ്ടാന്ന് പറയും, ഇനി ഇതുവരെ സുന്നിയായിരുന്നു ഇനി മുജാഹിദിലേക്ക് വരണ്ടാന്ന് പറയും? ഇല്ല. ഓരോരുത്തരും അവനവന്റെ ആശയം മറ്റൊന്നാണെന്ന് തോന്നുമ്പോൾ പോകാൻ ഇടമുണ്ട്, ആരും സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു തീയന് വേണമെങ്കിൽ നാളെ നമ്പൂരിയാകണം വിചാരിച്ചാൽ നടക്കുമോ? ഒരു തീയന് തോന്നുന്നു എനിക്ക് കുറച്ച് ദിവസം നമ്പൂരിയാകണം, ഞാൻ രാജിവെച്ച് നമ്പൂരിയിലേക്ക് പോവുക, നമ്പൂരി സീറ്റ് ഒഴിവ് കൊടുക്കുമോ? ഒരു പുലയന് പോകുന്നു എനിക്ക് ഒന്ന് ബ്രാഹ്മണനാവണം, നടക്കുമോ? ഇല്ല. അത് നടക്കാത്തത് കൊണ്ടാണ് അന്ന് ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ആ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം? തിരിച്ചു വരാം. ഞാൻ ചോദിച്ചു, ആ വീട് വിട്ടിറങ്ങിയവർ ആ വീട്ടിലേക്ക് തിരിച്ചു വരാം, പക്ഷേ ഏത് ബർത്ത് നിങ്ങൾ ഒഴിവ് കൊടുക്കും എന്ന ചോദ്യം ഇന്നും ചോദ്യം തന്നെയാണ്. പിന്നെന്ത് ഗർവാപസിയ? അങ്ങനെയല്ല, ഇസ്ലാം തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഗർവാപസി. ഇസ്ലാമാണ്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം കടന്നു വന്നത് ആദ്യം ഇസ്ലാമാണ്. ഇന്ത്യ രാജ്യത്ത് ഹിന്ദുമതമല്ല വന്നത്. ഹിന്ദുമതം എന്നൊരു മതം തന്നെ ലോകത്തില്ല. ഞാൻ ഹിന്ദുമതത്തിനെതിരല്ല, ലൈവായി ഇത് കാണിക്കുന്ന സന്ദർഭത്തിൽ വർഗീയവൽക്കരണം വേണ്ട. ഹിന്ദുമതം എന്നൊരു മതം തന്നെ ലോകത്തില്ല. പക്ഷേ ഈ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നത് ആദ്യം മനുഷ്യൻ വന്നത് എവിടെന്നാ? ഇറാഖെന്നാ വന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സംസ്കാരമായ മെസപ്പൊട്ടോമിയക്കാർ, സുമേരിയക്കാർ അവർ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോൾ അവരുടലെടുത്ത ആശയമാകുന്നു, അവരുടലെടുത്ത സംസ്കാരമാകുന്നു മോഹൻജദാരോ ഹാരപ്പ. ഈ മോഹൻജദാരോ ഹാരപ്പ എന്ന ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാരക്കാർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഏകം ബ്രഹ്മം ബഹുധാ വദന്തി. ഋഗ്വേദം എന്ന് പറയുന്ന ഹൈന്ദവതയുടെ അടിസ്ഥാന വേദഗ്രന്ഥമാകുന്ന അഖീദ എന്ന് പറയാം നമ്മൾ, വിശ്വാസത്തെ പറ്റി പറയുന്ന ഒരു പുസ്തകമാകുന്നു ഋഗ്വേദം. അതിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വന്ന മനുഷ്യന്റെ വിശ്വാസത്തെ പറയുന്നു, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്ന്. അപ്പൊ ഇന്ത്യയിൽ ആദ്യം വന്നത് ആരാ? മുസ്ലിമീങ്ങളാണ്. കാരണം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3ാമത്തെ തലമുറ. നൂഹ് നബിയാണ് ഇറാഖിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്. നൂഹ് നബിയുടെ പ്രബോധനം ഏറ്റുവാങ്ങി പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് സുമേരിയ സംസ്കാരത്തിൽ ബാബിലോണിയ പ്രദേശത്ത് ഇസ്ലാമിന്റെ തൗഹീദ് സ്ഥാപിച്ചത്. ആ സംസ്കാരമാകുന്നു ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വന്ന മെസപ്പൊട്ടോമിയയിൽ നിന്ന് വന്ന ആദ്യത്തെ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരക്കാർ. അവർ ഹിന്ദുക്കളല്ല, അവർ മുസ്ലിമീങ്ങളാണ്. വേണമെങ്കിൽ തർക്കമാവാം. കേരളത്തിന്റെ ലോകത്തിന്റെ ചരിത്ര പുസ്തകങ്ങൾ പറയട്ടെ, ഭാരത പഠമാണ് പുസ്തകമുണ്ട്, ഡോക്ടർ അയ്യപ്പൻ എഴുതിയതാണ്. അതേപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി പറയട്ടെ, അതിലൊക്കെ പറയുന്നു ഇന്ത്യയിൽ ആദ്യം കടന്നു വന്ന മനുഷ്യന്മാർ ഏകദൈവത്തെ അംഗീകരിച്ചവരാണ്, ഏകദൈവ വിശ്വാസികളാണ്. ആ ഏകദൈവ വിശ്വാസം തന്നെയാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ഒരു കാര്യം കൂടി പറയണം, അതൊക്കെ വിട്ടാലും ലോകത്തിൽ ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. ആദം നബി തെറ്റ് ചെയ്തിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത്. നമ്മളൊക്കെ തിരുത്തേണ്ടതോ അല്ലെങ്കിൽ തിരുത്തിക്കേണ്ടതോ ആണ്. ആദം നബി ശരി ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് ഭൂമിയിലേക്ക് വരുന്നത്. ഏത് ശരി? തെറ്റെന്ന് പറയാൻ കാരണം നമ്മുടെ വീക്ഷണത്തിൽ അങ്ങനെയേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂ. അത് മനുഷ്യ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തിരിയാൻ അല്ലാഹു തആല പറഞ്ഞു, തെറ്റ് ചെയ്തപ്പോ ഞാൻ പുറത്താക്കി, തൗബ ചെയ്തപ്പോ സ്വീകരിച്ചു എന്ന് അങ്ങനെ പറയാൻ പറ്റൂ. അത് അല്ലാഹു തആല പറയുന്നു മലക്കുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളോട് അല്ലാഹു പറയുന്നത്, ഞാൻ ഭൂമിയിൽ പ്രതിനിധിയെ ആക്കുന്നു, ഞാൻ ഭൂമിയിൽ പ്രതിനിധിയെ നിയമിക്കുന്നു, മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ട് അല്ലാഹു പ്രതിനിധിയെ ഉണ്ടാക്കിയത് സ്വർഗത്തിലാണ്.
ഭൂമിയിൽ ഉണ്ടാക്കുന്ന മലക്കൾക്ക് വാക്ക് കൊടുത്തിട്ട് അള്ളാഹ് ഉണ്ടാക്കുന്ന സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ഭൂമിയിൽ എത്തണ്ടേ? അതുകൊണ്ട് അള്ളാഹു മലക്കുകൾ കൊടുത്തൊരു കരാർ പൂർത്തിയാക്കാൻ ആദം നബി കരുതിക്കൂട്ടി ചെയ്ത തെറ്റാണ് അള്ളാഹിന്റെ കരാർ പൂർത്തിയായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരിക എന്നത്. അപ്പൊ അത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്, അങ്ങനെ പറയണത്. അതാ മഹാന ശംസുലമാ തങ്ങളുടെ കാഴ്ചപ്പാട്. ആദം നബി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് അള്ളാഹുവിനെ അനുസരിച്ചതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരാർ പൂർത്തിയാക്കാൻ ഒരു നിമിത്തമുണ്ടാക്കിയതാണ്. അത് മറ്റൊരു ചർച്ചയാണ്. ഏതോ ആട്ടെ, ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നത് ആദ്യം എങ്ങോട്ടാ? ഇന്ത്യയിലേക്കാണ്. അവിഭക്ത ഇന്ത്യയുടെ സിലോണിലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ നിന്നുകൊണ്ട് 40 തവണ ഹജ്ജ് നിർവഹിക്കാൻ നടന്നുകൊണ്ട് മക്കയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് ആദം നബി 40 വട്ടം ഹജ്ജ് നിർവഹിക്കാൻ മക്കയിൽ വന്നു. 40 വട്ടവും അദ്ദേഹം മഹാനായ ആദം നബി മടങ്ങി ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്. 39 വട്ടവും. 40ാമത്തെ വട്ടം മടങ്ങി വരാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 40 തവണ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്നു. ആ ആദം നബി 40 തവണ ഇവിടെ വരാനുള്ള കാരണം ആദം നബിന്റെ നാട് ഇന്ത്യയാണ്. ആദം നബിയുടെ മകൻ ഹാബീലിനെ കൊന്നപ്പോ ആദം നബി ഫറജ ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് മടങ്ങി എന്ന് തവാഫ് നിർവഹിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്നത്. വിവരം അറിഞ്ഞ ഉടനെ ഫറജ ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് ആദം നബി മടങ്ങി എന്ന് ബൈലാവിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷേഖ്സാദയുടെ മുഖദ്ദിമയിൽ കാണാം, ഫതുഹുൽ ഖദീറിൽ കാണാം, ഫറജ ഇലൽ ഹിന്ദി തഫ്സീറുകളിലൊക്കെ കാണാം. ആദം നബി ഇന്ത്യയിലേക്ക് മടങ്ങി. അതിന്റെ അർത്ഥം എന്താ? ആദം നബി ഇന്ത്യയിലാ പോയത്. മടങ്ങിയെന്നാ വന്നത്, പോയി എന്നല്ല, മടങ്ങി. ആദ്യം ഇവിടുന്ന് പോയത്, ഇന്ത്യയിൽ പോയത് കൊണ്ടാണ് മടങ്ങലുണ്ടായത്. അതിന്റെ അർത്ഥം ആദം നബിന്റെ നാഷണാലിറ്റിയും ആദം നബിന്റെ പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും ആധാറും ഒക്കെ ഇന്ത്യയിലാണ്. അതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പൊക്കിൽ കൊടി ബന്ധം ഇസ്ലാമുമായി ഇന്ത്യക്കുണ്ട്. അത് വെറുവാപ്പസി പറഞ്ഞ സംഘപരിവാർ വരട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ സമസ്ത കേരള ജമിയത്ത് നമുക്ക് ഉറച്ച നിലപാടാണ്. ഇൻഷാ അല്ലാഹ് 90 ആണ്ട് പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ 9ാം പതിറ്റാണ്ടിന്റെ സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആലപ്പുഴയിൽ തെക്കൻ കേരളത്തിൽ ഒരു പുതിയ വസന്തം പിറക്കാൻ പോവുകയാണ്. 40 ദായികളെ നിർത്തിക്കൊണ്ട് തെക്കൻ കേരളത്തിൽ മുഴുവൻ സമ്മേളന പ്രചരണത്തിന് വേണ്ടി സമസ്ത പുതിയ സംവിധാനങ്ങൾ, ആർപിമാരെ നിർത്തിക്കൊണ്ട് പുതിയ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തെക്കൻ കേരളം പുതിയൊരു ഉണർവിലേക്കാണ്. തെക്കൻ കേരളത്തിന്റെ ഒരു ചടുലതയ്ക്ക് വേണ്ടിയാണ് ആലപ്പുഴ സമ്മേളനം നടത്തുന്നത്. ആ സമ്മേളനം വമ്പിച്ച വിജയമാക്കേണ്ട കടമ നമുക്ക് എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. അള്ളാഹു സമസ്തയെ വിജയിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.